ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ നാരായണ. എല്ലാവർക്കും നവരാത്രി ആശംസകൾ വീണ്ടും വീണ്ടും. ജഗദംബയുടെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ. ഞായറാഴ്ച ആശംസകൾ എല്ലാവർക്കും. ദുർഗ സപ്തശ്ലോകി പാരായണം ചെയ്ത് നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഓം ഓം ജ്ഞാനിനാമപി ചേതാംസി ദേവീ ഭഗവതി ഹി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തോഃ സ്വസ്ഥൈ സ്മൃതാ മതിമതീവ ശുഭാം ദദാസി. ദാരിദ്ര്യദുഃഖഭയഹാരിണി കാ ത്വധന്യ സർവോപകാരകരണായ സദാർദ്രചിത്താ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്തപരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹി നോ ദേവി
ദുർഗേ ദേവി നമോസ്തുതേ. സർവബാധാപ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മദ്വൈരിവിനാശനം. രോഗാനശേഷാനപഹംസി തുഷ്ടാ രുഷ്ടാ തു കാമാൻ സകലാനഭീഷ്ടാൻ. ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിതാ ഹ്യാശ്രയതാം പ്രയാന്തി. ഇതി ശ്രീ ദുർഗാ സപ്തശ്ലോകീ സമ്പൂർണാ. ഹരി ഓം. ഓം നമശ്ചണ്ഡികാജൈ. ഹരി ഓം. നമ്മൾ ഉത്തമചരിതത്തിലാണ്. ഉത്തമചരിതത്തിലെ 2 അധ്യായം കഴിഞ്ഞു. 5-ാം അധ്യായവും 6-ാം അധ്യായവും. ഇനിയിപ്പോൾ 7-ാം അധ്യായത്തിലേക്ക് നല്ല പ്രവേശിച്ചു. അത് തുടരുകയാണ് നമ്മൾ ഇന്ന്. നല്ല ഒരു പ്രാവശ്യം വായിച്ചു. ഇനി വായിച്ച് പറയാം. അപ്പോൾ പ്രഥമചരിതം ദേവീ ദൂതസംവാദം എന്ന പേരിലായിരുന്നു. ശുംഭനിശുംഭന്മാരാൽ ബാധിക്കപ്പെട്ട ദേവന്മാർ ദേവിയെ സ്തുതിച്ചതും ദേവി അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായതും ശുംഭനിശുംഭന്മാരെ വധിക്കാനായിട്ടുള്ള ഒരു അവസരം കാത്ത് ദേവി ഹിമാലയത്തിൽ ഇരിക്കുന്നതും ചണ്ഡമുണ്ടന്മാർ കണ്ടതും ആ ചണ്ഡമുണ്ടന്മാർ അവരുടെ സ്വാമിയായ ശുംഭനോട് ചെന്ന് ദേവിയുടെ മഹിമ, ദേവിയുടെ സൗന്ദര്യം എല്ലാം വർണ്ണിച്ചുകൊണ്ട് ലോകത്തിലേക്ക് വെച്ച് സ്ത്രീരത്നം ഇവളാണ്, ഇവള് അങ്ങേക്ക് ചേർന്നവളാണ്, ലോകത്തിലുള്ള എല്ലാ അമൂല്യ വസ്തുക്കളും രത്നങ്ങളും അനുഭവിക്കുന്നതായിട്ടുള്ള അങ്ങയ്ക്ക് പട്ടമഹിഷിയാവാൻ യോഗ്യയായിട്ടുള്ള സ്ത്രീരത്നമാണ് ഇവൾ, അതുകൊണ്ട് അങ്ങ് അവളെ സ്വന്തമാക്കൂ എന്ന രീതിയിൽ ചണ്ഡമുണ്ടന്മാർ ശുംഭനോട് പ്രേരിപ്പിച്ചപ്പോഴാണ് ശുംഭൻ സുഗ്രീവൻ എന്നൊരു ദൂതനോട് പ്രത്യേകമായിട്ട് എന്തൊക്കെയാണ് ചെന്ന് പറയേണ്ടത് എന്ന് വ്യവസ്ഥ ചെയ്ത് പറഞ്ഞു വിട്ടതും അത് പ്രകാരം ശുംഭൻ്റെ നിശുംഭൻ്റെയും മഹിമകളെ എടുത്ത് ആ ദൂതൻ ചെന്ന് ദേവിയോട് പറഞ്ഞതും അതെല്ലാം കേട്ട ദേവി അതെല്ലാം ശരിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് തനിക്ക് വിവാഹം കഴിക്കാനും വിരോധമില്ല, പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. താൻ വിവാഹം കഴിക്കുന്നത് യുദ്ധത്തിൽ തന്നെ പരാജയപ്പെടുത്തി തൻ്റെ ഗർവം ശമിപ്പിക്കുന്ന ഒരു പുരുഷനെ മാത്രമേ താൻ വിവാഹം കഴിക്കുള്ളൂ എന്നുള്ള തൻ്റെ ആ വ്രതം അത് അറിവില്ലായ്മ കൊണ്ടെടുത്തതാണ്. പക്ഷെ നിവൃത്തിയില്ല, മാറ്റാൻ നിവൃത്തിയില്ല. എന്തായാലും ശുംഭനും നിശുംഭനും രണ്ടുപേരും ശക്തന്മാരാണ്. ആരെങ്കിലും ഒരാൾ വന്ന് എന്നെ ജയിച്ച് സ്വന്തമാക്കിക്കോട്ടെ, എനിക്ക് വിരോധമില്ല, പക്ഷെ എനിക്ക് എൻ്റെ വ്രതം ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് ദേവി പറഞ്ഞതും ഇത് കേട്ട് ദേഷ്യപ്പെട്ടതായിട്ടുള്ള ദൂതൻ ദേവിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. മര്യാദയ്ക്ക് വരുന്നതാ നല്ലത്, അല്ലെങ്കിൽ ആ ശുംഭൻ ആരെങ്കിലും വിട്ട് മുടിക്കുത്തിന് പിടിച്ച് വലിച്ചു കൊണ്ടുപോകും. അങ്ങനെ നാണം കെട്ട് പോകാനിടയുണ്ടാവരുത്. ഇപ്പോഴാണെങ്കിൽ വളരെ ഗൗരവമായിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേവി പറഞ്ഞു, ഇല്ല, എൻ്റെ വ്രതം മാറ്റാൻ ഞാൻ തയ്യാറില്ല, നീ ചെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ദൂതനെ പറഞ്ഞു വിടുന്നതും ദൂതൻ ശുംഭനോട് വന്ന് ദേഷ്യത്തോടു കൂടി ഇത് അവതരിപ്പിച്ചതും ദേഷ്യം വന്നതായിട്ടുള്ള ശുംഭൻ ധൂമ്രലോചനൻ എന്ന തൻ്റെ ഒരു സേനാനായകനെ 60,000 അസുര സൈന്യത്തോടുകൂടി അയച്ചതും അവൾ മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ തലമുടിക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് വന്നോളൂ എന്നും ആജ്ഞ കൊടുത്തിരുന്നു. അത് പ്രകാരം ധൂമ്രലോചനൻ വരുന്ന പാടെ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാ വന്ന് മര്യാദയ്ക്ക് നടന്നോളൂ, അല്ലെങ്കിൽ തലമുടി കുത്തിന് പിടിച്ച് വലിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞപ്പോൾ എന്നാ വരൂ, നിങ്ങളെപ്പോലുള്ള ശക്തന്മാരായിട്ടുള്ള ആളുകൾ ഞങ്ങളെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്ന മട്ടിൽ പറഞ്ഞ ശേഷം ധൂമ്രലോചനൻ ദേവിയുടെ നേരെ പാഞ്ഞു വരുമ്പോൾ ദേവി ഒരു ഹും എന്നൊരു ശബ്ദമുണ്ടാക്കി. ആ ഹുങ്കാരത്തിൽ അഗ്നിയിൽ വീണ ശലഭം പോലെ ധൂമ്രലോചനൻ ഭസ്മമായി പോയി. പിന്നീട് ധൂമ്രലോചനൻ്റെ കൂടെ വന്ന 60,000 സൈന്യത്തെ ദേവിയുടെ സിംഹം പലതരത്തിൽ ആക്രമിച്ച് കൊന്നുകളഞ്ഞതായിട്ടുള്ള രംഗമാണ് 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്, ധൂമ്രലോചന വധം.
7-ാം അധ്യായം ചണ്ഡമുണ്ടാസുര വധമാണ്. 6-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ തന്നെ ധൂമ്രലോചനൻ മരിച്ചതറിഞ്ഞ ശുംഭൻ കോപിച്ചുകൊണ്ട് ചണ്ഡമുണ്ടന്മാരെ തന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ചണ്ഡാമുണ്ട, നിങ്ങൾ ചെന്ന് അവളെ ഏത് പ്രകാരത്തിലാണെങ്കിലും വേണ്ടി വന്നാൽ കൊന്നിട്ടാണെങ്കിലും നിങ്ങൾ അവളെ ബന്ധിച്ചു കൊണ്ടുവരൂ. ജീവനോടെ വേണം എനിക്ക്. നിവൃത്തിയില്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി ആക്രമിച്ച് അവളെ നിഹനിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, ആ സിംഹത്തിനെയും കൊന്നുകളഞ്ഞോളൂ, അവളെ ഇങ്ങോട്ട് ബന്ധിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് ആജ്ഞാപിച്ചത് കേട്ട് ചണ്ഡമുണ്ടന്മാർ വലിയൊരു സൈന്യവുമായിട്ട് ദേവിയുടെ അടുത്തേക്ക് വരുന്ന രംഗമാണ് നമ്മൾ ഈ 7-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ കണ്ടത്. അതിൻ്റെ തുടർച്ചയാണ് നമ്മളിന്ന് ഇപ്പോൾ കാണാനിരിക്കുന്നത്. ഇന്നലെ 2 ശ്ലോകമാണ് പറഞ്ഞത് അല്ലേ? അതെ, 1-2 ശ്ലോകങ്ങൾ പറഞ്ഞു. ആ ശ്ലോകങ്ങൾ വായിച്ച് അടുത്ത ശ്ലോകങ്ങളും തുടർച്ചയായിട്ട് വായിക്കാം. ഓം നമശ്ചണ്ഡികായൈ അധ സപ്തമോധ്യായഃ ചണ്ഡമുണ്ടാസുരവധഃ ധ്യാനം. ഓം ധ്യായേയം രത്നപീഠേ സുഖകളപഠിതം ശൃണ്വതീം ശ്യാമളാംഗീം നസ്തൈകാംഗ്രിം സരോജേ ശശിശകലധരാം വല്ലകീം വാദയന്തീം കൽഹാരാബദ്ധമാലാം നിയമിതവിലസച്ചോളികാം രക്തവസ്ത്രാം മാതംഗീം ശംഖപാത്രാം മധുരമധുമദാം ചിത്രകോദ്ഭാസിഭാലാം. ഓം ഋഷിരുവാച ആജ്ഞപ്താസ്തേ തതോ ദൈത്യാഃ ചണ്ഡമുണ്ഡപുരോഗമാഃ ചതുരംഗബലോപേതാഃ യയുരഭ്യുദ്യതായുധാഃ ദദൃശുസ്തേ തതോ ദേവീം ഈഷദ്ഹാസാം വ്യവസ്ഥിതാം സിംഹസ്യോപരി ശൈലേന്ദ്രശൃംഗേ മഹതി കാഞ്ചനീ. ഇതുവരെയാണ് ഇന്നലെ പറഞ്ഞത്. നാരായണ. ഇപ്പം ധ്യാന ശ്ലോകം നമ്മൾ ഇന്നലെ കണ്ടു. രത്നപീഠത്തിലിരിക്കുന്നവളും സുഖത്തിൻ്റെ അഥവാ തത്തക്കിളിയുടെ കളപഠിതം എന്ന് പറഞ്ഞാൽ കളകൂജനം, അത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്യാമളാംഗിയായ കറുത്ത വർണ്ണത്തോടു കൂടിയതായിട്ടുള്ള ആ ദേവി ഒരു കാല് ഒരു താമരയിലെടുത്ത് വെച്ചിട്ടുണ്ട്, ചന്ദ്രക്കല ധരിച്ചിട്ടുണ്ട്, വല്ലകി അഥവാ വീണ വായിക്കുന്നവളായിട്ടാണ്, കൽഹാരപുഷ്പങ്ങൾ അഥവാ നീലത്താമരകൾ കൊണ്ടുള്ളതായിട്ടുള്ള മാല ബന്ധിച്ച് കഴുത്തിലിട്ടിട്ടുണ്ട്, ചോളികാബന്ധം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുലക്കച്ച നന്നായിട്ട് ബന്ധിച്ചിട്ടുണ്ട്, ചുവന്ന വസ്ത്രമാണ്, രക്തവസ്ത്രമാണ്, കയ്യിലൊരു പാത്രമുണ്ട്, ശംഖം പോലെയുള്ളതായിട്ടൊരു പാത്രം, മധുരമായ മധു കുടിച്ച് മതം ഭാവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ദേവി, നെറ്റിയിൽ മനോഹരമായ കുറികൾ ശോഭിക്കുന്നു, ചിത്രക ഉദ്ഭാസി ഭാലാം. അങ്ങനെയുള്ള മാതംഗീം ധ്യായേയം, മാതംഗീ ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ്. ദേവിയെ മാതംഗീ ദേവിയായി വീണ വായിക്കുന്നതായിട്ടുള്ള ഭാവത്തിലാണ് ഇവിടെ ധ്യാനം കണ്ടത്. എന്തായാലും ചണ്ഡമുണ്ട വധം എന്നുള്ളത് കാളിയുടെ ലീലയാണ്, ചാമുണ്ട എന്ന കാളിയുടെ ലീലയാണ്. ആ ഭാവം തന്നെയാണ് ഇവിടെ മാതംഗിയായിട്ടും ശ്യാമളവർണ്ണയായിട്ടും ഒക്കെ വർണ്ണിക്കുമ്പോഴും ആ ദേവിയെ ധ്യാനിച്ചു. തുടർന്ന് ഋഷി സുമേധസ് ഋഷി കഥ തുടരുകയാണ്. ആ ദൈത്യന്മാർ ശുംഭനാൽ ആജ്ഞാപിതരായിട്ട്, ആരാണ്? ചണ്ഡമുണ്ട പുരോഗമാഹ, ചണ്ഡനും മുണ്ടനും മുമ്പിൽ നടക്കുന്നവരായിക്കൊണ്ട് 4 അംഗ സൈന്യത്തോടുകൂടെ ഉയർത്തിപ്പിടിച്ച ആയുധങ്ങളോടുകൂടെ അവർ
ആ ചണ്ഡികാദേവിയുടെ നേർക്ക് യാനം ചെയ്തു. യയുരഭ്യുദ്യതായുധാഹ, അവർ ദൂരെ നിന്ന് തന്നെ കണ്ടു. തേ ദദൃശുഹു തതോ ദേവീം ഈഷദ്ഹാസാം വ്യവസ്ഥിതാം, അല്പം പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ദേവിയെ, സിംഹത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. എവിടെ? ആ ശൈലേന്ദ്ര ശൃംഗേ മഹതി കാഞ്ചനെ, സ്വർണം പോലെ വെട്ടിത്തിളങ്ങുന്നതായിട്ടുള്ള ആ പർവ്വതരാജൻ്റെ, ഹിമാലയത്തിൻ്റെ കൊടിമുടിയുടെ മുകളിൽ സിംഹത്തിൻ്റെ ഉപരി ഇരിക്കുന്നതായിട്ടുള്ള ഭാവത്തിലുള്ള ദേവിയെ ദൂരത്തു നിന്ന് തന്നെ ആ ദൈത്യന്മാർ കണ്ടു എന്നാണ്. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തേ ദൃഷ്ട്വാ താം സമാദാതും ഉദ്യമം ചക്രുരുദ്യതാഃ ആകൃഷ്ടചാപാസിധരാഃ തദാന്യേ തൽസമീപഗാഃ. തേ ദൃഷ്ട്വാ താം സമാദാതും ഉദ്യമം ചക്രുഹു ഉദ്യതാഃ. തേ താം ദൃഷ്ട്വ, അവളെ കണ്ടിട്ട്, ദേവിയെ കണ്ടിട്ട്, സിംഹവാഹനയായി ഹിമാലയത്തിൻ്റെ മുകളിലിരിക്കുന്നവളായ ദേവിയെ കണ്ടിട്ട്, സമാദാതും എന്ന് പറഞ്ഞാലോ സമ്യക് ആദാനം കരോതും, ആദാനം കർത്തും, എന്തിനാ? പിടിക്കാനായിക്കൊണ്ട് എന്നർത്ഥമാണ്, ബന്ധിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ഉദ്യമം ചക്രുഹു, അതിനുള്ള ഉദ്യമത്തെ ചെയ്തു. ഉദ്യതാഹ, അതിന് മെനക്കെട്ടവരായിട്ട്. ആകൃഷ്ട ചാപാസിധരാഹ തദ അന്യേ തൽ സമീപകാഹ, ആകൃഷ്ട ചാപന്മാരായിട്ട്. ആകൃഷ്ട ചാപന്മാരെന്ന് പറഞ്ഞാൽ ചാപം എന്ന വില്ലാണ്. വില്ലിനെ ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ വലിക്കുക, കുലയ്ക്കുക എന്നർത്ഥമാണ്. അപ്പോൾ വില്ല് കുലച്ചുകൊണ്ട് ചുറ്റും ആളുകൾ നിരന്നു നിന്നു. എന്തിനാ? ഇവളെ ബന്ധിക്കുമ്പോൾ ഇവളെ വല്ല റിയാക്ട് ചെയ്യണമെങ്കിൽ ആക്രമിക്കാനായിക്കൊണ്ട്. അതുപോലെ അസിധരാഹ, അസി എന്നാൽ വാള്. അപ്പോൾ വാളും കുലച്ച വില്ലുമായിട്ട് അവളുടെ തൽ സമീപകാഹ, ബാക്കിയുള്ളവർ അവളെ വളഞ്ഞു നിന്നുകൊണ്ട് അവളെ രക്ഷപ്പെടാതിരിക്കാനും അവളെ പ്രതികരിക്കാതിരിക്കാനുമായിക്കൊണ്ട് ആയുധധാരികളായി വാളും വില്ലും കുലച്ചുകൊണ്ട് നിന്നു. അപ്പോൾ ദേവി ഈ തന്നെ ആക്രമിക്കാൻ വന്നിരിക്കുന്ന, തന്നെ വളഞ്ഞിട്ട് ഏകയായ തന്നെ ആക്രമിക്കുന്നതായിട്ടുള്ള ദൈത്യന്മാരോട് കോപിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് പറയാണ് അടുത്ത ശ്ലോകം. തദകോപം ചകാരോച്ഛൈഹി അംബികാ താൻ അരീൻ പ്രതി കോപേന ചാസ്യാവദനം മഷീവർണമഭൂത്തദാ. തദകോപം ചകാരോച്ഛൈഹി അംബികാ താൻ അരീൻ പ്രതി. തതഃ അനന്തരം ആ അംബിക, ജഗദംബികയായ ദേവി, താൻ അരീൻ പ്രതി ഉച്ചൈഹി കോപം ചകാര, ആ അരികളുടെ നേർക്കായിക്കൊണ്ട് ഉച്ചത്തിലുള്ള കോപത്തെ ചെയ്തു എന്നാണ്. നന്നായി കോപിച്ചു ദേവി എന്നർത്ഥം. എന്നിട്ടോ കോപേനച്ച അസ്യാഹ വദനം മഷീവർണം അഭൂത് തഥാ, കോപം കൊണ്ട് അവളുടെ വദനം, അവളുടെ മുഖം മഷീവർണം അഭൂത്. മഷീവർണം എന്നാൽ കറുത്ത വർണ്ണമായി, അഞ്ജനത്തിൻ്റെ വർണ്ണമായി എന്നൊക്കെ അർത്ഥം. കറുത്ത മഷിയുടെ വർണ്ണമായി. മഷി എന്നാൽ കൺമഷിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അന്ന് പേന മഷി എഴുതാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ കറുത്ത കൺമഷി എങ്ങനെയാണോ അതുപോലെ അഞ്ജന വർണ്ണമായി തീർന്നു അവളുടെ മുഖം. കറുത്തിരുണ്ടു എന്നർത്ഥം കോപം കൊണ്ട്. അങ്ങനെ കോപേന ച അസ്യാഹ വദനം മഷീവർണമഭൂത്തദാ ഭൃഗുടീ കുടിലാത് തസ്യാഹ ലലാട ബലഗാ ദ്രുതം കാളീ കരാളവദന വിനിഷ്ക്രാന്ത അസിപാശിനി. അപ്പോൾ അവളുടെ ആ കോപിച്ചു നിൽക്കുന്നതായിട്ടുള്ള ദേവിയുടെ ഭൃഗുടീ കുടിലാത് തസ്യാഹ, തസ്യാഹ അവളുടെ ഭൃഗുടീ കുടിലാത്, എവിടുന്ന്? ലലാട ബലഗാത്. ഇവിടെ ലലാട ബലകത്തെയാണ് വിശേഷിപ്പിച്ചത് ഭൃഗുടീ കുടിലം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലലാട ബലകം എന്ന് പറഞ്ഞാൽ നെറ്റിപ്പലക, നെറ്റിത്തടം എന്നർത്ഥം. അപ്പോൾ ദേവിയുടെ നെറ്റിത്തടത്തിൽ നിന്ന് കരാളവദന കാളി അസിപാശിനി വിനിഷ്ക്രാന്ത എന്നാണ്. കരാളവദനയായ, കരാളമെന്നാൽ അതിഭയങ്കരമായിട്ടുള്ള മുഖത്തോടു കൂടിയുള്ളതായിട്ടുള്ള വലിയ ഗുഹ പോലെയുള്ളതായിട്ടുള്ള വായും, വലിയ കുഴിയിൽപ്പെട്ടതായിട്ടുള്ള വലിയ കണ്ണുകൾ, കിണർ പോലെയുള്ള കണ്ണുകളും, വലിയ ചെവികൾ എഴുന്നേറ്റ് നിൽക്കുന്നതുമായിട്ടുള്ള മുഖത്ത് എന്താ പറയുക, മാംസമൊന്നുമില്ലാതെ ഒട്ടിയതായിട്ടുള്ള മുഖമായിട്ടുള്ള ദേവിയാണ് കാണുന്നത്.
അതാണ് ഭയങ്കരമായിട്ടുള്ള കരാളവദനയായ കാളി. അസിപാശിനി, അസിയും പാശവും ധരിച്ചുകൊണ്ട്. അസി എന്നാൽ വാള്, പാശം എന്നാൽ കയറ്. അപ്പൊ വാളും കയറും കയ്യിൽ ധരിച്ചവളായിട്ട് വിനിഷ്ക്രാന്ത, ആ ദേവിയുടെ നെറ്റിയിൽ നിന്ന് വിനിഷ്ക്രമിച്ചു, പുറത്തേക്ക് വന്നു എന്നർത്ഥം. ചണ്ഡികാദേവിയുടെ ലലാടബലകാത് ദ്രുതം വിനിഷ്ക്രാന്ത, പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നു. അപ്പൊ ഈ ലലാടബലകം എങ്ങനെയുള്ളത്? ഭൃഗുഡീ കുടിലാത്. ഭൃഗുഡീ കുടിലം എന്ന് പറഞ്ഞാൽ, ഭൃഗുഡി എന്നാൽ പുരികക്കൊടി. ആ പുരികക്കൊടി നല്ലോണം വളഞ്ഞ് മുകളിലേക്ക് കുടിലമായി കയറി നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ നെറ്റിയും ചുളിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ക്രോധം കൊണ്ട്. പുരികക്കൊടിയുടെ വളവ് നെറ്റിക്കും ബാധിച്ചുകൊണ്ട് അങ്ങനെ കോപം പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള ദേവിയുടെ ആ ക്രോധിച്ചതായിട്ടുള്ള മുഖത്തു നിന്ന്, നെറ്റിയിൽ നിന്ന് കരാളവദനയായ കാളി അസിപാശിനിയായി വാളും കയറും കയ്യിൽ ധരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു, വിനിഷ്ക്രമിച്ചു. വിചിത്ര ഘട്വാംഗധര നരമാല വിഭൂഷണ ദീപി ചർമ്മ പരിധാന ശുഷ്കമാംസാതി ഭൈരവ. ആ കാളിയെ ഇനി ഏതാനും ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിക്കുകയാണ്. വിചിത്ര ഘട്വാംഗധര. ഘട്വാംഗം എന്ന് പറഞ്ഞാൽ ഒരു ആയുധമാണ്, ഒരു ദണ്ഡം, വലിയൊരു ദണ്ഡമാണ്. അതിൻ്റെ അറ്റത്തൊരു ഉണ്ട പോലെ ഉണ്ടാവും, ഗത പോലെ ഒരു വടിയാണത്. അപ്പോൾ മുള്ളു പോലെയുള്ള, ആണി പോലെയുള്ള സാധനങ്ങളൊക്കെ അതിൽ പിടിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരിതായിട്ടുള്ളൊരു ആയുധമാണ് ഘട്വാംഗം. അപ്പോൾ ഘട്വാംഗം ധരിച്ചവളും, വിചിത്രമായ ഘട്വാംഗം ധരിച്ചവളും നരമാല വിഭൂഷണ, മനുഷ്യന്മാരുടെ ശരീരം കൊണ്ട് മാല ധരിച്ചിരിക്കണം. മുണ്ടമാല എന്ന് പറയുന്ന ആ എന്താ പറയുക, ശരീരം കൊണ്ട് മാല, നരമാല, മനുഷ്യന്മാരുടെ ശരീരം കൊണ്ടുള്ളതായിട്ടുള്ള മാല ധരിച്ചിരിക്കണു. മനുഷ്യന്മാരുടെ കയ്യും കാലും ഒക്കെ വെട്ടി നുറുക്കി മാല ചാർത്തിയിട്ടുണ്ട്. അപ്പൊ നരമാല വിഭൂഷണ ദീപി ചർമ്മ പരീദാന. ദീപി എന്ന് പറഞ്ഞാൽ ആനയാണ്. രണ്ട് പ്രാവശ്യമായി കുടിക്കുന്നത് കൊണ്ടാണ് ആനയ്ക്ക് ദീപം എന്നൊക്കെ അർത്ഥം. തുമ്പിക്കൈ കൊണ്ട് കുടിച്ചിട്ട് പിന്നെ വായ കൊണ്ട് കുടിക്കുന്നത് കൊണ്ട് ദീപം അല്ലെങ്കിൽ ദീപം എന്നൊക്കെ ദീർഘത്തിലും പറയും. അപ്പോൾ അതിൻ്റെ ചർമ്മം, ആനത്തോല് പരിധാനം ചെയ്തവളായിട്ട്, ഉടുത്തവളായിട്ട് എന്നർത്ഥം. പിന്നെ ദീപി എന്നുള്ളതിന് പുലി എന്നും അർത്ഥമുണ്ട്. അപ്പോൾ പുലിത്തോലും ആവാം. പുലിത്തോലുടുത്തവളായിട്ടും എന്ന് പറയാം. ഇവിടെ ആനത്തോലുടുത്തവളായിട്ട് നമുക്ക് കരുതാം. ശുഷ്കമാംസ അതിഭൈരവ. മാംസമേ ഇല്ല എന്നർത്ഥം, ഉണങ്ങിയ ശരീരം. മാംസം ശുഷ്കമായിരിക്കണോ ദേവിയുടെ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ശരീരമാണ്. എന്തുകൊണ്ടെച്ചാൽ ഇത് വിശപ്പിനെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദേവിയുടെ ആളിക്കത്തുന്നതായിട്ടുള്ള വിശപ്പിനെ പ്രകടിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ ദേവി ഈ അസുരന്മാരെ മുഴുവൻ ഭക്ഷിക്കാൻ പോവാണ് ഇനി. അപ്പം അത്രയ്ക്കുള്ള വിശപ്പുണ്ട് ദേവിക്ക്. അതുകൊണ്ട് ദേവിയുടെ ശരീരം ഉണങ്ങിയതുപോലെ ശുഷ്കമാംസ അതിഭൈരവ, ഭയങ്കരമായിട്ടുള്ള രൂപത്തോടു കൂടിയിട്ട്, കാണുന്നവർക്കൊക്കെ പേടിയാവും എന്നർത്ഥം. അങ്ങനെയുള്ള രൂപത്തോടു കൂടിയിട്ട് വിചിത്ര ഘട്വാംഗധര നരമാല വിഭൂഷണ ദീപിചർമ്മ പരീദാന ശുഷ്കമാംസ അതിഭൈരവ. അതിവിസ്താരവദന ജിഹ്വാലലന ഭീഷണ നിമഗ്നാരക്തനയന നാദാപൂരിത ദിങ്മുഖ. അതിവിസ്താരവദന, വലിയ വായ, നന്നായി ഗുഹ പോലെ പൊളിച്ച വായ, അതാണ് അതിവിസ്താരവദന. ഉള്ള വദനം വായയാണ്. ജിഹ്വാ ലലന ഭീഷണ. ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവ്, അതിൻ്റെ ലലനം എന്ന് പറഞ്ഞാൽ ഇളക്കം. നാവിട്ട് പുറത്തിട്ടിട്ട് ഇളക്കിക്കൊണ്ടുള്ള ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഭാവം, ഭീഷണമായിട്ടുള്ള ഭാവം. നിമഗ്ന ആരക്ത നയന. ദേവിയുടെ കണ്ണുകൾ ചുവന്നതാണ്. ആരക്തം നിമഗ്നമാണത്. നിമഗ്നം എന്ന് പറഞ്ഞാൽ കുഴിഞ്ഞത്, ഒരു കുണ്ടിൽപ്പെട്ടതുപോലെ, കിണർ പോലെയുള്ള കണ്ണ് ഒക്കെ വിശപ്പിൻ്റെ ലക്ഷണമാണ്. വിശന്ന് ക്ഷീണിച്ചിരിക്കുന്നതായിട്ടുള്ള ഭാവം. എന്തിനാ? ഇവരെയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് എന്നുള്ള ഭാവം. അപ്പോൾ നിമഗ്ന ആരക്ത നയന, കുഴിയിൽപ്പെട്ടതും ചുവന്നതുമായിട്ടുള്ള കണ്ണോടുകൂടിയവളും. നാദാപൂരിത ദിങ്മുഖ, നാദം കൊണ്ട്, ഗർജനം കൊണ്ട് ദേവി ആപൂരണം ചെയ്യുന്നുണ്ട്. എന്തിനെ? ദിങ്മുഖങ്ങളെ, 8 ദിക്കുകളെയും ദേവിയുടെ ഗർജനം കൊണ്ട്, ആ അട്ടഹാസം കൊണ്ട് മാറ്റൊലിക്കൊള്ളിപ്പിച്ചുകൊണ്ട്. നാദാപൂരിത ദിങ്മുഖ.
അതിവിസ്താരവദന ജിഹ്വാലലന ഭീഷണ നിമഗ്നാരക്തനയന നാദാപൂരിത ദിങ്മുഖ സാ വേഗേനാഭിപതിതാ ഗാധയന്തി മഹാസുരാൻ സൈന്യേ തത്ര സുരാരീണാം അഭക്ഷയത തദ്ബലം. സാ വേഗേന അഭിപതിതാ ഗാധയന്തി മഹാസുരാൻ സൈന്യേ തത്ര സുരാരീണാം. തത്ര സുരാരീണാം സൈന്യേ, അവിടെ സുരാരികളുടെ അസുരന്മാരുടെ സൈന്യത്തിലേക്ക് സാ വേഗേന അഭിപതിത, ദേവി വേഗത്തിൽ ചാടി വീണു എന്നാണ്. അഭിപതിക്കുക എന്ന് പറഞ്ഞാൽ മുന്നോട്ട് ചെന്ന് ചാടി വീണു. മഹാ അസുരാൻ ഗാഥയന്തി, ആ മഹാ അസുരന്മാരെയൊക്കെ ഘാതനം ചെയ്തുകൊണ്ട് എല്ലാവരെയും നിഗ്രഹിച്ചുകൊണ്ട് ആ അസുര സൈന്യത്തിൻ്റെ നേർക്ക് ദേവി പാഞ്ഞു വീണു, ചാടി വീണു. എന്നിട്ടോ അഭക്ഷയത തദ്ബലം, തദ്ബലം ആ സൈന്യത്തെ അഭക്ഷയത, അഭക്ഷയത എന്ന് ഭക്ഷിച്ചു എന്നർത്ഥമാണ്. പാസ്റ്റ് ടെൻസ് ആണ് അഭക്ഷയത എന്ന്. അകാരം വന്നിരിക്കുന്നത് ആ പാസ്റ്റ് ടെൻസിന്റെ പ്രത്യയമായിട്ടാണ്, അല്ലാതെ നെഗറ്റീവ് അർത്ഥത്തിലല്ല. അപ്പൊ അഭക്ഷയത തദ്ബലം, നന്നായി ഭക്ഷിച്ചു എന്നർത്ഥം. ആ സൈന്യത്തെ തന്നെ പിടിച്ച് വിഴുങ്ങാൻ തുടങ്ങി, അത്രയും വിശപ്പുണ്ട് ദേവിക്ക് എന്നർത്ഥം. സാ വേഗേനാഭിപതിത ഘാതയന്തി മഹാസുരാൻ സൈന്യേ തത്ര സുരാരീണാം അഭക്ഷയത തദ്ബലം പാർഷ്ണിഗ്രാഹാങ്കുശഗ്രാഹി യോധഗണ്ഡാ സമന്വിതാൻ സമാദായൈകഹസ്തേന മുഖേ ചിക്ഷേപ വാരണാൻ. ദേവിയുടെ കയ്യിൽ ഉള്ളതായിട്ടുള്ള ആയുധങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ദേവി കൈകൊണ്ട് തന്നെയോ ഇവരെയൊക്കെ പിടിച്ചു വലിക്കുന്നുണ്ട്. അങ്ങനെ ആയുധങ്ങളും മറ്റുമൊക്കെ ധരിച്ചിരിക്കുന്നതായിട്ടുള്ള ആ യോദ്ധാക്കളെ ഏകഹസ്തേന സമാദായ, ഒറ്റ കൈകൊണ്ട് പിടിച്ചെടുത്തിട്ട് വാരണാൻ അഭിമുഖേ ചിക്ഷേപ, വാരണാൻ ആനകളെ പോലും മുഖേ ചിക്ഷേപ വായിലേക്ക് എറിഞ്ഞു എന്നാണ് അർത്ഥം. മുഖേ എന്ന് പറഞ്ഞാൽ വായിൽ, ചിക്ഷേപ എന്ന് പറഞ്ഞാൽ ക്ഷേപിച്ചു, എറിഞ്ഞു. അപ്പോൾ ഈ അസുര സൈന്യത്തിലുള്ളതായിട്ടുള്ള ആനകളെ പോലും നമ്മൾ വല്ല കടല കുറിക്കുന്ന ലാഘവത്തോടുകൂടി ദേവി അങ്ങോട്ട് പറിച്ച് വായിലിട്ടു എന്നോ, പെറുക്കി പെറുക്കി വായിലിട്ടു എന്നാണ് പറയണത്. അപ്പോൾ പാർഷ്ണിഗ്രാഹം എന്ന് പറഞ്ഞാൽ ഈ ആനയെ പുറകിൽ നിന്ന് നടത്തുന്നവരാണ് അവിടെ, പാപ്പാന്മാരെയാണ് അവിടെ പാർഷ്ണിഗ്രാഹ. അങ്കുശഗ്രാഹി, അങ്കുശമെല്ലാം ധരിച്ചിരിക്കുന്നതായിട്ടുള്ള പാപ്പാന്മാരോടുകൂടിയും, അതുപോലെ യോധ ഗണ്ഡാസമന്വിതാൻ, അതിൻ്റെ മുകളിൽ യോദ്ധാക്കൾ ഇരിപ്പുണ്ടെങ്കിൽ അവരും, അതിൻ്റെ കഴുത്തിൽ വലിയ വലിയ ഗണ്ഡകളുണ്ടാവും ആനയുടെ കഴുത്തിൽ. അപ്പം അതൊന്നും അഴിച്ചു കളയാനുള്ള നേരമൊന്നുമില്ല ദേവിക്ക്. അപ്പം ഈ ആനകളുടെ മുകളിൽ ആരൊക്കെ ഉണ്ടോ, ആനയെ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള പാപ്പാന്മാര്, അതിൻ്റെ മുകളിലിരിക്കുന്ന യോദ്ധാക്കള്, ആ ആനയുടെ കഴുത്തിലുള്ളതായിട്ടുള്ള ഗണ്ഡ, അങ്ങനെ എന്തൊക്കെയുണ്ടോ ചങ്ങലയോട് കൂടിയിട്ട്, ഗണ്ഡയോട് കൂടിയിട്ട്, ആനയുടെ ആ ഡെക്കറേഷനുകളോട് കൂടിയിട്ട് ഒന്നും കളയാതെ നേരെ വാരണാൻ ചിക്ഷേപമുഖേ ഏകഹസ്തേന, ഒറ്റ കൈ കൊണ്ട് പിടിച്ചൊക്കെ വായിലേക്ക് ഇട്ടു എന്നാണ്. അപ്പം എത്ര വിശപ്പാണ് ദേവി പ്രകടിപ്പിക്കുന്നത് നോക്കൂ. ഈ ആനയൊക്കെ വായിലെടുത്ത് എറിയണമെങ്കിൽ, കടല കുറിക്കുന്ന പോലെ തിന്നണമെങ്കിൽ ഭയാനകമായിട്ടുള്ള ഒരു ഭാവമാണ്. ആകാശം മുട്ടുന്ന വലിയ ശരീരമായിരിക്കും. അതുകൊണ്ട് ആനകളൊക്കെ ഇങ്ങനെ വായിലേക്ക് പോകുന്നത് വല്ല കടല പോകുന്ന പോലെ. തദൈവ യോധം തുരകൈഃ രഥം സാരഥിനാ സഹ നിക്ഷിപ്യ വക്ത്രേ ദശനൈഃ ചർവയന്ത്യതിഭൈരവം. തഥാ ഏവ, അപ്രകാരം തന്നെ, യോധം തുരകൈഃ, യോദ്ധാക്കളോടുകൂടിയതായിട്ടുള്ള തുരകങ്ങളെ, കുതിരകളെ, രഥം സാരഥിനാ സഹ, രഥങ്ങളെ അതിൻ്റെ സാരഥികളോട് കൂടിയിട്ട്, നിക്ഷിപ്യ വക്ത്രേ, വായിലേക്ക് എടുത്തിട്ടിട്ട്, ദശനൈഹി ചർവയന്തി അതിഭൈരവം, പല്ലുകളെ കൊണ്ട് ചർവണം ചെയ്യുന്നു ദേവി അതിഭയങ്കരമായിട്ട്. അപ്പോൾ വായില് രഥങ്ങളും കുതിരകളും സാരഥികളും ആയുധങ്ങളും ഒക്കെ വായിലുണ്ട് ദേവിയുടെ വായിൽ. ഒക്കെ നല്ലോണം ചർവയന്തി, കടിച്ചുടക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ദേവിയുടെ പല്ലുകൾ വല്ല ബുൾഡോസറുകൾ പോലെ പ്രവർത്തിക്കുന്നു എന്നർത്ഥം, അല്ലേ? ബുൾഡോസറുകൾ വലിയ കെട്ടിടങ്ങളെയൊക്കെ അടിച്ചു നിരത്തുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഈ രഥങ്ങളും
കുതിരകളും ആനകളുമൊക്കെ ദേവിയുടെ പല്ലിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യപ്പെടുന്നു എന്നർത്ഥം. ബുൾഡോസർ കൊണ്ട് ഇടിച്ചു പരത്തുന്നത് പോലെ ചവച്ചരച്ചു ദേവി എന്ന്. ചർവയന്തി അതിഭൈരവം തദൈവ യോധം തുരകൈഹി രഥം സാരഥിനാ സഹ നിക്ഷിപ്യ വക്ത്രേ ദശനൈഹി ചർവയന്തി. ദശനം എന്നാൽ പല്ലാണ്. പല്ലുകൊണ്ട് ചർവണം ചെയ്യുന്നവളായി അതിഭൈരവമായിട്ട്. അപ്പോൾ കടമുടാന്നുള്ള ശബ്ദങ്ങളൊക്കെ പുറത്ത് കേൾക്കാന്നർത്ഥം. എന്താണ്? തേരുകൾ പൊട്ടുന്നതും അതൊക്കെ കടിച്ചുടയ്ക്കുന്നതുമായിട്ടുള്ള JCB കൊണ്ടോ അല്ലെങ്കിൽ ബുൾഡോസർ കൊണ്ടോ ഒക്കെ നമ്മൾ പണിയെടുക്കും പോലെ എന്നർത്ഥം. ഏകം ജഗ്രാഹ കേശേഷു ഗ്രീവായാമദചാപരം പാദേനാക്രമ്യ ചൈവാന്യം ഉരസാന്യമപോദയത്. ഏകം ജഗ്രാഹ കേശേഷു, ഒരുത്തനെ മുടിയിൽ പിടിച്ചു വലിച്ചു. കേശേഷു ജഗ്രാഹ, കേശത്തിൽ ഗ്രഹിച്ചു. ഗ്രീവായാമദച അപരം, വേറൊരുത്തൻ്റെ കഴുത്തിൽ അങ്ങോട്ട് പിടിച്ചു പൊക്കി. അപ്പോൾ ഒരുത്തൻ്റെ തലമുടിക്ക് പിടിച്ചു, മറ്റൊരുത്തൻ്റെ കഴുത്തിന് പിടിച്ചിട്ടും. പാദേന ആക്രമ്യച്ച ഏവ അന്യം, വേറൊരുത്തനെ തൻ്റെ കാലെടുത്ത് അവൻ്റെ മേലെ ചവിട്ടി വെച്ചിട്ട്. പാദേന ആക്രമ്യ എന്ന് പറഞ്ഞാൽ ക്രമിക്കുക എന്ന് പറഞ്ഞാൽ പാദവിക്ഷേപം ചെയ്യുക. അപ്പോൾ കാലെടുത്ത് അവൻ്റെ ഒരുത്തൻ്റെ നെഞ്ചത്ത് വെച്ചിട്ടും. പാദേനാക്രമ്യ ചൈവാന്യം ഉരസാന്യം അപോദയത്, മാറുകൊണ്ട് വേറൊരുത്തനെ ചതച്ചു എന്നാണ്. അപ്പോൾ ദേവിയുടെ മാറ് വല്ല കരിങ്കല്ല് പോലെ ഉണ്ടാവുമായിരിക്കും, വലിയ സ്ഥലങ്ങളുമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ദേവിയുടെ മാറുകൊണ്ട് വേറെ ചിലനെ ചതച്ചു എന്നാണ്. അപോദയത്, ഇടിച്ച് പരത്തി എന്നൊക്കെ അർത്ഥം. ബുൾഡോസർ ഇടിക്കും പോലെ ഇടിച്ചു എന്ന. ഉരസാന്യം അപോദയത്. ഏകം ജഗ്രാഹ കേശേഷു ഗ്രീവായാമദചാപരം പാദേനാക്രമ്യ ചൈവാന്യം ഉരസാന്യം അപോദയത്. തൈർമുക്താനി ച ശസ്ത്രാണി മഹാസ്ത്രാണി തദാസുരൈഃ മുഖേന ജഗ്രാഹ രുഷാ ദശനൈർമതിധാന്യഭി. അപ്പോൾ ആ അസുരൈഹി, ആ അസുരന്മാരാൽ തഥാ അപ്രകാരം, തൈഹി മുക്താനി മഹാസ്ത്രാണി ശസ്ത്രാണി, അവരാൽ പ്രയോഗിക്കപ്പെട്ടതായിട്ടുള്ള, അവർ ദേവിയുടെ നേരെ ആയുധങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്, അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും. ആ അസ്ത്രങ്ങളെയും ശസ്ത്രങ്ങളെയൊക്കെ മുഖേന ജഗ്രാഹ രുഷാ, രോഷത്തോടുകൂടി ദേവി വായ കൊണ്ട് അതിനെയൊക്കെ സ്വീകരിച്ചു എന്നാണ്. അപ്പോൾ വായ പൊളിച്ച് എന്താ പറയുക, നമ്മുടെ ചില വാക്വം ക്ലീനർ മൊട്ടുസൂചിയൊക്കെ പിടിച്ച് വലിക്കുന്ന കണ്ടിട്ടില്ല, അതുപോലെ ഭൂമിയിൽ എന്തുണ്ടെങ്കിലും നമ്മൾ വാക്വം ക്ലീനർ കൊണ്ട് റൂമൊക്കെ വൃത്തിയാക്കുമ്പോൾ അതിലുള്ള പൊടിയും മണ്ണും ചെറിയ ചെറിയ സാധനങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോകും, ആ ഉള്ളിലേക്ക് സക്ക് ചെയ്തെടുക്കും. എന്നതുപോലെ ദേവി വായ പൊളിച്ചിങ്ങനെ എല്ലാറ്റിനെയും അസ്ത്രങ്ങളെയൊക്കെ തൻ്റെ വായിലേക്ക് അട്രാക്ട് ചെയ്തു എന്നാണ്. മുഖേന ജഗ്രാഹ, ഇവരുടെ ആയുധങ്ങളൊക്കെ ദേവിയുടെ വായ്ക്കുള്ളിലേക്ക് നേരെ. എന്നിട്ടോ രുഷാ ദശനൈർ മതിധാന്യഭി, ദശനങ്ങളെ കൊണ്ട്, പല്ലുകളെ കൊണ്ട് ആ ആയുധങ്ങളെയൊക്കെ മതിച്ചു എന്ന് പറഞ്ഞാലോ കടിച്ചുടച്ച് അതിനെയും വിഴുങ്ങുന്നുണ്ട് എന്നർത്ഥം. നമ്മൾ ഗുളിക ചാപ്പിടും പോലെ ദേവി ഇതൊക്കെ അങ്ങനെ ചാപ്പിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തൈർമുക്താനി ച ശസ്ത്രാണി മഹാസ്ത്രാണി തദാസുരൈഃ മുഖേന ജഗ്രാഹ രുഷാ ദശനൈർമതിധാന്യഭി. ബലിനാം തദ്ബലം സർവം അസുരാണാം ദുരാത്മനാം മമർദ്ദാ ഭക്ഷയച്ചാന്യാൻ അന്യാംശ്ചാതാടയത്തദാ. ആ ബലവാന്മാരായിട്ടുള്ള അസുരന്മാരുടെ സർവം ബലം, ആ മുഴുവൻ സൈന്യത്തെയും, അസുരാണാം ദുരാത്മനാം, ദുരാത്മാക്കളായ ദുഷ്ടാത്മാക്കളായ അസുരന്മാരുടെ ആ സൈന്യത്തെ ദേവി മമർദ്ദ മർദ്ദിച്ചു, മർദ്ദിച്ച് അവശമാക്കി. അതുപോലെ അഭക്ഷയത് ച, ഭക്ഷിക്കുകയും ചെയ്തു, കുറെ ഭക്ഷിച്ചു തീർത്തു, കുറെ ചവിട്ടിയും തല്ലിയും ആയുധങ്ങളെ കൊണ്ടൊക്കെ കൊന്നുകളഞ്ഞു. അന്യാൻ ച അതാടയത് തഥാ, വേറെ ചിലരെ താടനം ചെയ്തു, ആയുധങ്ങളെ കൊണ്ട് പ്രഹരിച്ചും കൈകൊണ്ട് പ്രഹരിച്ചും പലരെയും കൊന്നുകളഞ്ഞു, കുറെ പേരെ ഇടയ്ക്ക് വിഴുങ്ങുന്നുണ്ട് എന്നർത്ഥം. ബലിനാം തദ്ബലം സർവം അസുരാണാം ദുരാത്മനാം മമർദ്ദാ ഭക്ഷയച്ചാന്യാൻ അന്യാംശ്ചാതാടയത്തദാ ആസിനാ നിഹതാ കേചിത് കേചിത് ഗട്വാംഗതാഡിതാഃ ജഗ്മുർവിനാശമസുരാഃ ദന്താഗ്രാഭിഹതാസ്തദാ. കേചിത് അസിനാ നിഹതാഃ,
കുറേ പേര് വാളുകൊണ്ട് കൊല്ലപ്പെട്ടു. വാളുകൊണ്ട് നിഹതാഹ, കൊല്ലപ്പെട്ടവരായി. കേജിത് ഗട്വാംഗതാടിതാഹ, ഗട്വാംഗം എന്ന് പറഞ്ഞാൽ വലിയ വടി, അറ്റത്ത് വലിയ മുഴയുള്ളതായിട്ടുള്ള ഉണ്ടയുള്ളതായിട്ടുള്ള ആ ഗട്വാംഗം എന്നുള്ളതായിട്ടുള്ള വടി കൊണ്ട് ചിലർ പ്രഹരിക്കപ്പെട്ടു, ദണ്ഡം കൊണ്ട് പ്രഹരിക്കപ്പെട്ടു. അങ്ങനെ അസുരാഹ ജഗ്മുഹു വിനാശം, വിനാശത്തെ ഗമിച്ചു, കുറേ പേര് നശിച്ചു. അതുപോലെ ദന്താഗ്ര അഭിഹതാഹ തഥാ, പല്ലിൻ്റെ അറ്റം കൊണ്ടും കടിച്ചും പ്രഹരിച്ചു പലരെയും. അപ്പൊ പല്ലുകൊണ്ട് കടിച്ചും ഒരുപാട് പേരെ കൊന്നുകളഞ്ഞു ദേവി എന്നർത്ഥം. അസിനാ നിഹത കേചിത് കേചിത് ഗട്വാംഗതാടിതാഹ ജഗ്മുർവിനാശമസുരാഹ ദന്താഗ്രാഭിഹതാസ്തദാ ക്ഷണേന തദ്ബലം സർവം അസുരാണാം നിപാതിതം ദൃഷ്ട്വാ ചണ്ഡോഭിദുദ്രാവ താം കാളീം അതിഭീഷണാം. അപ്പൊ ചണ്ഡമുണ്ടന്മാർ കൊണ്ടുവന്ന സൈന്യത്തെയാണ് ദേവി ഇങ്ങനെ ഭക്ഷിച്ചോണ്ടും നശിപ്പിച്ചോണ്ടും ഇരിക്കുന്നത്. അപ്പൊ ക്ഷണേന, അല്പനേരം കൊണ്ട് തദ്ബലം സർവം അസുരാണാം നിപാതിതം, അസുരന്മാരുടെ ആ സർവബലവും നിപതിച്ചു. ഇത് കണ്ടിട്ട് ദൃഷ്ട്വാ ചണ്ഡഃ അഭിദുദ്രാവ, ചണ്ഡൻ പാഞ്ഞു വന്നു. ആരുടെ നേരെ? താം കാളീം അതിഭീഷണാം, അതിഭയങ്കരിയായിരിക്കുന്ന കാളിയുടെ നേർക്ക് ചണ്ഡൻ കോപിച്ചുകൊണ്ട് പാഞ്ഞു വന്നു. കാരണം തൻ്റെ സൈന്യത്തെ മുഴുവൻ ഈ കാളി നശിപ്പിച്ചു കളയാണ്. അതിനെ തടയാനായിക്കൊണ്ടും പ്രതികാരം ചെയ്യാനായിക്കൊണ്ടും ചണ്ഡൻ വന്നു. ശരവർഷൈർ മഹാഭീമൈഹി ഭീമാക്ഷീം താം മഹാസുരഃ ഛാദയാമാസ ചക്രൈശ്ച മുണ്ടക്ഷിപ്തൈ സഹസ്രശഃ. അപ്പൊ ശരവർഷൈർ മഹാഭീമൈഹി, മഹാഭീമങ്ങളായ ശരങ്ങളുടെ വർഷം കൊണ്ട്, വലിയ വലിയ അസ്ത്രങ്ങൾ ദേവിയുടെ നേരെ വർഷിച്ചുകൊണ്ട്, ഭീമാക്ഷിയായ എന്ന് പറഞ്ഞാൽ ദേവിയുടെ പേര് വലിയ കണ്ണുകളോട് കൂടിയവൾ എന്നർത്ഥം. വലിയ കണ്ണുകളോടുകൂടി ആ കാളിയെ താം മഹാ അസുരഃ ഛാദയാമാസ, ആ അസുരൻ ഛാദനം ചെയ്തു, മൂടി എന്നർത്ഥം. എന്തുകൊണ്ട്? അസ്ത്രങ്ങളെ കൊണ്ട്, ശരവർഷങ്ങളെ കൊണ്ട് ദേവിയെ മൂടി. അതുപോലെ ചക്രൈശ്ച മുണ്ടഃ ക്ഷിപ്തൈഹി സഹസ്രശഃ, മുണ്ടഃ ചണ്ഡന്റെ സഹോദരനായ മുണ്ടൻ വന്നിട്ടുണ്ട്. ആ മുണ്ടൻ തന്നാൽ പ്രയോഗിക്കപ്പെട്ട ചക്രങ്ങളാൽ, സഹസ്രശഃ ക്ഷിപ്തൈഹി ചക്രൈഹി, ആയിരക്കണക്കിന് പ്രയോഗിച്ചതായിട്ട് ചക്രങ്ങളെ കൊണ്ടും ദേവിയെ ഛാദനം ചെയ്തു, ദേവിയെ മൂടി എന്നർത്ഥം. അപ്പോൾ വലിയൊരു കറുത്ത പർവ്വതത്തിന്റെ മുകളിൽ, അഞ്ജന പർവ്വതത്തിന്റെ മുകളിൽ മഴ പെയ്യും പോലെ എന്ന് പറയാം, ഈ രണ്ടുപേരുടെയും ചണ്ഡമുണ്ടന്മാരുടെ ആയുധവർഷം ദേവിയെ ഛാദനം ചെയ്യണ്. ഇപ്പൊ ദേവിയെ കാണാനില്ല ഇവരുടെ ചണ്ഡമുണ്ടന്മാരുടെ ആയുധങ്ങളെ കൊണ്ട് എന്നർത്ഥം. അപ്പോഴേക്കും ദേവി എന്ത് ചെയ്യണു? താനി ചക്രാണ്യനേകാനി വിഷമാനാനി തന്മുഖം ബബുർയദാർക്ക ബിംബാനി സുബഹോനി ഘനോദരം. അപ്പൊ താനി ചക്രാണി അനേകാനി തന്മുഖം വിഷമാനാനി, ആ ചക്രങ്ങൾ, ഇവൻ മുണ്ടൻ പ്രയോഗിച്ച അനേക ചക്രങ്ങളുണ്ടല്ലോ, ദേവിയുടെ വായിലേക്ക് പ്രവേശിച്ചു എന്നാ. ദേവി വായ പൊളിച്ച് അതിനെയൊക്കെ സ്വീകരിച്ചു. ഇവൻ എറിയുന്നതൊക്കെ ദേവി വല്ല നമ്മൾ അപ്പം പ്രസാദം നിവേദ്യം ചെയ്യുന്നത് പോലെ ദേവി സ്വീകരിച്ചു, എല്ലാം നിവേദ്യമായിട്ട് സ്വീകരിച്ചു, എല്ലാം വായിലേക്കാണ് സ്വീകരിച്ചത്. എന്താ പറയുക? താനി ചക്രാണി അനേകാനി വിഷമാനാനി തന്മുഖം, ദേവിയുടെ മുഖത്തേക്ക് പ്രവേശിക്കുന്നവയായി. എന്നിട്ടോ ബബുഹു യഥാ അർക്കബിംബാനി സുബഹൂനി ഘനോദരം. ഘനോദരം എന്ന് പറഞ്ഞാൽ മേഘത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന അനേക സൂര്യബിംബങ്ങളെ പോലെ പ്രകാശിച്ചു അവ എന്ന്. ബബുഹു എന്ന് പറഞ്ഞാൽ അവിടെ ശോഭിച്ചു എന്നർത്ഥമാണ്. ബ എന്നുള്ളതായിട്ടുള്ള ആ ശബ്ദത്തിന്റെ രൂപാന്തരമാണ് ബബുഹു എന്നുള്ളത്, ശോഭിച്ചു. അപ്പൊ എപ്രകാരം? ഘനോദരം സുബഹൂനി അർക്കബിംബാനി യഥാ, മേഘത്തിന്റെ അകത്തേക്ക് അനേക സൂര്യന്മാർ ഒന്നിച്ച് അങ്ങോട്ട് പ്രവേശിക്കും പോലെ. അപ്പൊ ദേവിയെ വലിയ കറുത്ത ശരീരം മേഘത്തിന്റെ കൂട്ടമായിട്ടും ആ മേഘത്തിന്റെ ഉള്ളിലേക്ക് മറയുന്ന സൂര്യബിംബങ്ങളെ പോലെ ഇവൻ പ്രയോഗിക്കുന്ന ചക്രങ്ങൾ, ഈ മുണ്ടൻ പ്രയോഗിക്കുന്ന ചക്രങ്ങൾ തിരിഞ്ഞ് ഓരോ സൂര്യനെ പോലെ ആ മേഘത്തിന്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നത് പോലെ ദേവിയുടെ വായിക്കകത്തേക്ക് കയറിപ്പോണ്ട്. ദേവിയുടെ വായിക്കകത്തും വലിയ ഗുഹ പോലെ ഇരുട്ടാണല്ലോ, അതിനകത്തേക്ക് ഇങ്ങനെ കയറി പോണ്ട് ഇവൻ അയക്കുന്ന ചക്രങ്ങൾ എന്നർത്ഥം.
താനി ചക്രാണ്യനേകാനി വിഷമാനാനി തന്മുഖം ബഭുർയഥാർക്കബിംബാനി സുബഹൂനി ഘനോദരം തതോ ജഹാസാദിരുഷാ ഭീമം ഭൈരവനാദിനി കാളീ കരാളവക്ത്രാന്തർദുർദർശ ദശനോജ്വല. ദേവി തതഃ ജഹാസ അതിരുഷ ഭീമം ഭൈരവനാദിനി. അനന്തരം ദേവി അതിരുഷ ഭീമം ജഹാസ ഭയങ്കരമായിട്ട് ഭീമമായിട്ട് ജഹാസ എന്ന് പറഞ്ഞാൽ ഹസിച്ചു, അട്ടഹസിച്ചു എന്നർത്ഥം. ദേവി ഭയങ്കരമായിട്ട് അട്ടഹാസം ചെയ്തു. ഭൈരവനാദിനി എന്നുള്ള ഭയങ്കരമായിട്ടുള്ള നാദമുണ്ടാക്കിക്കൊണ്ട് എന്നർത്ഥം. ഭൈരവം എന്ന് പറഞ്ഞാൽ ഭയത്തെ ഉണ്ടാക്കുന്ന ശബ്ദം. അപ്പോൾ ഭയങ്കര ശബ്ദം അട്ടഹാസം മുഴക്കിക്കൊണ്ട് ആ ദേവി ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു എന്നാണ്. ജഹാസ അതിരുഷ. ആ കാളി കരാള വക്ത്രാന്തർ ദുർദർശ ദശനോജ്വല. ആ ദേവിയുടെ കരാളമായ വക്ത്രത്തിൻ്റെ വലിയ വായ, ഭയങ്കരമായിട്ടുള്ള വായ, അതിൻ്റെ ഉള്ളിൽ ദുർദർശമായ ദശനങ്ങളെ കൊണ്ട് ഉജ്ജ്വലിക്കുന്നവളായിട്ട്. എന്നാൽ കാണുമ്പോൾ പേടിയാവും, തിളങ്ങുന്ന പല്ലുകൾ എന്നർത്ഥം അല്ലേ. ഇരുട്ട് മുറി പോലെ ദേവിയുടെ വായ, വലിയ ഗുഹ പോലെ, അതിനകത്ത് പല്ലുകൾ മാത്രം നല്ലോണം വെട്ടിത്തിളങ്ങുന്നുണ്ട്, വജ്രം പോലെ. അതാണ് അവിടെ ദുർദർശം ആയിട്ടുള്ള ദശനം കൊണ്ട് ഉജ്ജ്വലിക്കുന്നതായിട്ടുള്ള ദേവിയുടെ വായ്ക്കകത്തേക്ക് ഇതൊക്കെ പോകുന്നുണ്ട്. ദേവി അട്ടഹസിക്കുന്നുണ്ട്, പൊട്ടിപ്പൊട്ടി ചിരിക്കുന്നുണ്ട് എന്നർത്ഥം. തുടർന്ന് ഉത്തായ ച മഹാസിംസ ദേവി ചണ്ഡമദാവത ഗൃഹീത്വാ ചാസ്യ കേശേഷു ശിരസ്തേനാസിനാച്ഛിനത. ഉത്തായ ച മഹാസിംസ ദേവി ചണ്ഡമദാവത. ഇത് ഒരു പാഠഭേദമാണ്. ഈ ഒരു വരിയിൽ ഉത്തായ ച മഹാസിം ഹം എന്നും ധാരാളം പാഠം കാണാം. മറ്റു പുസ്തകങ്ങളിലൊക്കെ ഉത്തായ ച മഹാസിം ഹം എന്ന് കാണും. ഇവിടെ നമ്മൾ വേറൊരു പാഠമാണ് സ്വീകരിച്ചത്, സാ എന്നുള്ള പാഠം. ഈ പാഠമുണ്ട് താനും. ഇത് ബംഗാളി പാഠമാണ്, രാമകൃഷ്ണ മിഷനൊക്കെ സ്വീകരിച്ചിട്ടുള്ള പാഠമാണ്. ഉത്തായ ച മഹാസിംസ എന്ന് ഇതേ അർത്ഥം വെച്ചിട്ട് തന്നെയാണ് രാമകൃഷ്ണ മിഷനിലെ പുസ്തകങ്ങൾ സിദ്ധിനാഥാനന്ദ സ്വാമിയെ പോലെ ഒരു മഹാത്മാവ് വ്യാഖ്യാനിച്ചിരിക്കുന്നതും. നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് രാമകൃഷ്ണാശ്രമത്തിൻ്റെ മഠാധിപതിയായി ചിരകാലം ഉണ്ടായിരുന്ന ഒരു മഹാപണ്ഡിതനാണ് സിദ്ധിനാഥാനന്ദ സ്വാമി. അപ്പോൾ അദ്ദേഹവും ഈ പാഠം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ദേവി മഹാത്മ്യ വ്യാഖ്യാനത്തിൽ. വടക്കേ ഇന്ത്യയിലും ഈ പാഠമുണ്ട്, ബംഗാളി പാഠമാണിത്. എന്താ ഈ പാഠഭേദം, എന്താ അതിൻ്റെ അർത്ഥം, എന്തുകൊണ്ട് ഇതെടുത്തു എന്നൊക്കെ ആണെങ്കിൽ, ഉത്തായ ച മഹാസിം ഹം എന്നൊരു പാഠം, അത് ചേർത്ത് പ്രിന്റ് ചെയ്തിട്ട് എന്താവും, മഹാസിംഹം എന്നായി പോവും. ചൊല്ലുന്നവര് ഉത്തായ ച മഹാസിംഹം ദേവി ചണ്ഡമദാവത എന്ന് വായിക്കുമ്പോൾ വായിച്ചവനും കേൾക്കുന്നവനും എന്തു തോന്നും, ദേവി സിംഹത്തെയും എടുത്തുകൊണ്ട് ചണ്ഡന്റെ നേർക്ക് പാഞ്ഞു എന്നാവും. ഉത്തായ ച മഹാസിംഹം ദേവി ചണ്ഡമദാവത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉത്തായ മഹാസിംഹം എന്ന് പറഞ്ഞാൽ മഹാസിംഹത്തെ ഉത്തായ ഉയർത്തിപ്പിടിച്ചിട്ട്, അപ്പൊ സിംഹത്തെ എടുത്ത് തോളിൽ പൊക്കിയിട്ട് തലയുടെ മുകളിൽ പൊക്കിയിട്ട് ദേവി ചണ്ഡം അദാവത, ദേവി ചണ്ഡന്റെ നേർക്ക് പാഞ്ഞു. എങ്ങനെയുണ്ട്? ദേവി ഇപ്പൊ സിംഹത്തിനെ ഉയർത്തേണ്ട കാര്യം എന്തായിരുന്നു? അപ്പോൾ വന്ന് വായിച്ച് ഇങ്ങനെയാണ് വായിക്കുന്നത് ആൾക്കാർ, ഭൂരിപക്ഷം ആൾക്കാർ, കാരണം അർത്ഥം അറിയില്ല ആർക്കും. അപ്പോൾ സിംഹത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേവി ചണ്ഡന്റെ നേർക്ക് പാഞ്ഞു എന്നാവും. വാസ്തവത്തിൽ ഇവിടെ എന്താണ്, അവിടെ ആ ഹം എന്നുള്ളത് വേറിട്ടാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഉത്തായ ച മഹാസിം എന്ന് കഴിഞ്ഞൊരു സ്പേസ് ഇട്ടിട്ട് വേണം ഹം എന്നത് പ്രിന്റ് ചെയ്യാൻ. പക്ഷെ പ്രിന്റിങ് ചെയ്യുന്നവർക്ക് വല്ല അറിവുണ്ടോ? അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാർ, അവരവരുടെ തൊഴിൽ ചെയ്യണു. അത് DTP എടുക്കുന്നവർക്കും അത് പ്രൂഫ് റീഡ് ചെയ്യുന്നവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിവ് വേണം, എന്നാലേ ഇതെന്താ സംഭവം എന്ന് അറിയുള്ളൂ. അപ്പോൾ അത് സ്പേസ് ഇല്ലാതെ അടിച്ചു പോയാൽ വലിയ അബദ്ധം. ഇനി സ്പേസ് ഇട്ടിട്ട് അടിച്ചാൽ പോലും ഉത്തായ ച മഹാസിം ഹം എന്ന് പറയുമ്പോൾ ആ ഹം എന്നുള്ളതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല.
ഇവിടെ മഹാസി എന്ന് പറഞ്ഞാൽ വാള് എന്നാണ്. വലിയ വാളിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേവി തൻ്റെ കയ്യിലെ വലിയ വാളിനെ ഉത്തായ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹം എന്ന് പറഞ്ഞുകൊണ്ട് ചണ്ടന്റെ നേർക്ക് പാഞ്ഞു എന്ന് എടുക്കണം. അവിടെ ഹം എന്നുള്ളത് ദേവി ഉണ്ടാക്കിയ ഒരു ശബ്ദം. ഹം ഇത്യുക്ത്വ ചണ്ടം അതാവത, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവി ചണ്ടന്റെ നേരെ പാഞ്ഞു എന്ന്. അപ്പൊ അവിടെ ഹം എന്നുള്ളത് ദേവിയുടെ ശബ്ദമായിട്ട് ദേവി ഉണ്ടാക്കിയ, അങ്ങനെ ഉണ്ടാക്കും. അത് യുദ്ധരംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത് അർത്ഥം ശരിയാണ്. ഹം എന്ന് പറയാവുന്നതാണ്, ഹം എന്നുള്ള പാഠം സ്വീകരിക്കാവുന്നതാണ്. പക്ഷെ അവിടെ എപ്പോഴും തെറ്റിദ്ധാരണ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് മറ്റൊരു പാഠം മഹാസിം സാ എന്ന പ്രാചീന പാഠം തന്നെയാണ്. അവിടെ സാ എന്ന് പറയുമ്പോൾ അവൾ എന്നായി. അവിടെ സാ എന്ന് പിന്നെ ദേവി എന്നും പറയണ്ട. അപ്പൊ സാ ദേവി മഹാസിം ഉത്തായ ചണ്ഡം അദാവത, ആ ദേവി വലിയ വാളും എടുത്ത് പിടിച്ചുകൊണ്ട് ചണ്ടന്റെ നേർക്ക് പാഞ്ഞു എന്നാണ് അവിടെ അർത്ഥം. അതാണ് കഥ. ആ ദേവി, സാ ദേവി, സാ എന്നുള്ളത് ആ എന്നുള്ള അർത്ഥത്തിലാണ്. സാ ദേവി മഹാസിം ഉത്തായ വലിയ വാളും പിടിച്ചുകൊണ്ട് ചണ്ടം മതാവത, ചണ്ടന്റെ നേരെ പാഞ്ഞു ചെന്നു എന്ന്. ഇനി മനസ്സിലായോ? ഇനി ആരെങ്കിലും സംശയം ചോദിക്കുമോ? എപ്പോഴും ദിവസവും ചോദിക്കേണ്ട ആൾക്കാർ, ദിവസവും നമുക്ക് വാട്സാപ്പിൽ വന്നുകൊണ്ടിരിക്കേണ്ട ചോദ്യങ്ങൾ. ആ കൂട്ടത്തിൽ ഇത് ഒരു വളരെയധികം വരുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് കേൾക്കുക, ശ്രദ്ധിക്കുക. ഇനിയും എന്നോട് ചോദിച്ച് എൻ്റെ സമയം മെനക്കെടുത്തരുത് എന്ന് പറയണം. സമയം ഇപ്പോൾ കുറഞ്ഞു വരണു. എനിക്ക് ഒന്നിനും സമയമില്ലാതായി. വിശ്രമം തീരെ ഇല്ല. ഇപ്പോൾ എല്ലാവരോടും മറുപടി പറയാനും പറ്റുന്നില്ല. അപ്പോൾ ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും വീണ്ടും ചോദിക്കാതിരിക്കുക. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. എന്തുകൊണ്ട് എന്ന് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തോടു കൂടി തന്നെയാണ് അത് നമ്മൾ അംഗീകരിച്ചതും. നമ്മൾ ആദ്യം ഇറക്കിയ പുസ്തകത്തിൽ മഹാസിം എന്ന സ്പേസ് ഇട്ടിട്ട് ഹം എന്ന് തന്നെ ഇറക്കിയിരുന്നത്. പിന്നീട് പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരമാണ് നമ്മൾ മഹാസിം സാ എന്ന് ആക്കിയത്. അല്ലാതെ നമ്മളെ അശ്രദ്ധ കൊണ്ട് വന്നു ചേർന്നൊരു പ്രിന്റിംഗ് മിസ്റ്റേക്കായിട്ട് ആരും ധരിക്കാതിരിക്കുക. മനഃപൂർവം അടിച്ചതാണ്, പൂർണ്ണ മനസ്സോടെ അടിച്ചതാണ്. അബദ്ധം പറ്റിയത് അല്ല. അപ്പോൾ ഇനി വായിക്കുമ്പോൾ ശ്രദ്ധിച്ച്, ഇനി അഥവാ ഹം എന്ന് വായിക്കുകയാണെങ്കിലും അവിടെ ഒരു പോസ് ചെയ്തിട്ട് ഉത്തായ ച മഹാസ്യം ഹം എന്ന്, ഉത്തായ ച മഹാസ്യം ഹം ദേവി ചണ്ഡമധാവത, അങ്ങനെ വായിക്കുക. ആ പാഠമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, നിങ്ങൾ പ്രാചീന കാലം മുതൽക്ക് അങ്ങനെ വായിച്ച് പഴകിയെങ്കിൽ അവിടെ സിംഹിനും സിം എന്ന് കഴിഞ്ഞ് ഹം എന്ന് പറയുന്നതിന് മുമ്പ് ഒരു പോസ്, ഒരു ചെറിയ സ്പേസ് കൂടുതൽ കൊടുക്കുക. ഉത്തായ ച മഹാസിം ഹം. ആ ഹം എന്നുള്ളത് ദേവിയുടെ ഹമ്മിങ് ആണ്, ദേവിയുടെ ഹും എന്നുള്ളതായിട്ടുള്ള ശബ്ദമാണ്. ഹംബടാ എന്ന് പറഞ്ഞ് ചാടി വീഴില്ലേ, അതുപോലെ. അല്ലെങ്കിൽ എളുപ്പമാണ്, അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലുക. ഉത്തായ ച മഹാസിം സാ ദേവി ചണ്ഡമധാവത ഗൃഹീത്വാ ചാസ്യ കേശേഷു ശിരസ്തേനാസിനാച്ഛിനത്. ഗൃഹീത്വാ ച അസ്യ കേശേഷു, ആ ദേവി ചണ്ടന്റെ നേരെ പാഞ്ഞു ചെന്നിട്ട് എന്താ ചെയ്ത്? അസ്യ കേശേഷു ഗൃഹീത്വാ. അപ്പൊ കയ്യിൽ സിംഹം ഉണ്ടായിരുന്നെങ്കിൽ കൈ ഫ്രീ അല്ല, മുടിയിൽ പിടിക്കാൻ അല്ലേ? അപ്പൊ ഇവിടെ മുടിയിൽ പിടിച്ചു, അവന്റെ മുടിയിൽ പിടിച്ചിട്ട് ഗൃഹീത്വാചാസ്യ കേശേഷു, ചണ്ടന്റെ മുടിയിൽ പിടിച്ചിട്ട് ശിരഹ തേന അസിന അച്ഛിനത്. ഇവിടെ അസി, വലിയ മഹാ അസീം ഉയർത്തിപ്പിടിച്ചിട്ടാണല്ലോ പോയത്, വലിയ വാള് ഉയർത്തിപ്പിടിച്ചിട്ടാണ് പോയത്. ആ മഹാ അസി കൊണ്ട് തേന, ആ തേന അസിന
തസ്യ ശിരഹ അച്ഛിനത്, അവന്റെ ശിരസിനെ ഛേദിച്ചു എന്നർത്ഥം. അപ്പൊ ചണ്ടന്റെ ശിരസ് ദേവി ആ വലിയ വാളുകൊണ്ട് തലമുടിക്ക് പിടിച്ചുകൊണ്ട് ഛേദിച്ചു. അപ്പൊ ഒരു കൈ തലമുടിയിലുണ്ട്, ഒരു കൈ കൊണ്ട് വാള് വെട്ടി. നമ്മള് പുല്ലരിയും പോലെ, വാഴക്കൊല വെട്ടും പോലെ അല്ലേ, എന്നുവെച്ചാൽ പിടുണ്ട്, തലയിൽ പിടുത്തുണ്ട്. വെറുതെ വെട്ടി വീഴ്ത്തുകയല്ല ചെയ്തത്. ഒരു കൈകൾ തലമുടിയിൽ പിടിച്ചുകൊണ്ട് മറ്റേ കൈ വാളുകൊണ്ട് വെട്ടി തല വേർപെടുത്തി. എന്നിട്ടോ അപ്പോഴേക്കും അനുജനായ മുണ്ടൻ ദേവിടെ നേരെ പാഞ്ഞു. അധമുണ്ടോഭ്യധാവത്താം ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം തമപ്യപാദയദ്ഭൂമൗ സാ ഗഡ്ഗാഭിഹതം രുഷാ. അധമുണ്ടോഭ്യധാവത്താം ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം. അത് അനന്തരം മുണ്ടഹ താം അഭ്യധാവത്, മുണ്ടൻ അവളുടെ നേരെ പാഞ്ഞു വന്നു. കാരണം തന്റെ സഹോദരനായ ചണ്ഡം നിപാതിതം ദൃഷ്ട്വാ, ചണ്ഡൻ നിപതിച്ചത് കണ്ടിട്ട്, ചണ്ഡൻ മരിച്ചത് കണ്ടിട്ട് മുണ്ടൻ കോപിച്ച് ദേവിയുടെ നേരെ പാഞ്ഞു വന്നു. ദേവിയോ തമപി അപാതയത് ഭൂമൗ സാ ഗഡ്ഗാഭിഹതം രുഷാ. രുഷാ ഗഡ്ഗാഭിഹതം തമപി സാ ഭൂമൗ അപാതയത്. വാളുകൊണ്ട് നന്നായി പ്രഹരിച്ച അവനും അവിടെ ഭൂമിയിൽ ദേവിയാൽ പതിപ്പിക്കപ്പെട്ടു. അപാതയത് ഭൂമൗ, ഭൂമിയിൽ പതിപ്പിക്കപ്പെട്ടു. വാളുകൊണ്ട് പ്രഹരിക്കപ്പെട്ടതായിട്ടുള്ള അവൻ. അപ്പോൾ മുണ്ടന്റെയും തല ദേവി വെട്ടി എന്നർത്ഥം. വാളുകൊണ്ട് പ്രഹരിച്ച് മുണ്ടനും വീണു. അപ്പൊ ചണ്ടമുണ്ടന്മാർ രണ്ടുപേരും ഇതാപ്പൊ പതിച്ചു. പിന്നെയോ ഹതശേഷം തദസൈന്യം ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം മുണ്ടം ച സുമഹാവീര്യം ദിശോ ഭേജേ ഭയാതുരം. തതഃ അനന്തരം ഹതശേഷം സൈന്യം, ഈ കൊല്ലപ്പെട്ടതിന് ശേഷിച്ചതായിട്ടുള്ള ശിഷ്ട സൈന്യം, ബാക്കിയുള്ളതായിട്ടുള്ള സൈന്യം ചണ്ഡം നിപാതിതം ദൃഷ്ട്വ, ചണ്ഡൻ വീണത് കണ്ടിട്ട് മുണ്ടം ച സുമഹാവീര്യം, സുമഹാവീരനായ മുണ്ടനും വീണത് കണ്ടിട്ട്, അപ്പൊ ചണ്ടമുണ്ടന്മാരാകുന്ന അവരുടെ നായകന്മാർ രണ്ടുപേരും വീണു. ബാക്കി കുറെ സൈന്യവും നശിച്ചു. ഇത് കണ്ടിട്ട് ബാക്കിയുള്ള സൈന്യം, ഹതശേഷം സൈന്യം ഭയാതുരമായിട്ട്, ഭയപ്പെട്ട് ആതുരരായിട്ട്, പരവശരായിട്ട്, ദിശോ ഭേജേ, ദിക്കുകളെ ഭജിച്ചു എന്ന് പറഞ്ഞാലോ, ദിക്കുകളെ സേവിച്ചു എന്ന് പറഞ്ഞാൽ നാനാ ദിക്കിലേക്കും പാഞ്ഞു. പരക്കം പാഞ്ഞു, ഗതിയില്ലാതെ, നിക്കക്കള്ളിയില്ലാതെ. കാരണം അവരുടെ രണ്ട് നായകന്മാരും മരിച്ചു, വലിയ സൈനാനായകന്മാരും സൈന്യവും നശിച്ചു. അപ്പൊ ബാക്കിയുള്ളവർ ജീവനും കൊണ്ട് പാഞ്ഞു എന്നർത്ഥം. ഹതശേഷം തദസൈന്യം ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം മുണ്ടം ച സുമഹാവീര്യം ദിശോ ഭേജേ ഭയാതുരം. ശിരശ്ചണ്ഡസ്യ കാളീ ച ഗൃഹീത്വാ മൗണ്ഡമേവ ച പ്രാഹ പ്രചണ്ഡാട്ടഹാസമിശ്രമഭ്യേത്യ ചണ്ഡികാം. ശിരശ്ചണ്ഡസ്യ കാളീ ച ഗൃഹീത്വാ മൗണ്ഡമേവ ച. കാളി, പിന്നീട് കാളി എന്ത് ചെയ്തു? ഈ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞിട്ട് ശിരഹ ചണ്ഡസ്യ ഗൃഹീത്വ, ചണ്ഡസ്യ ശിരഹ ഗൃഹീത്വ, ചണ്ഡന്റെ ശിരസിനെയും എടുത്തുകൊണ്ട്, അത് കയ്യിൽ തന്നെ ഉണ്ട്, മുടിക്കുത്തിന് പിടിച്ചിട്ടാണ് വാളുകൊണ്ട് അരിഞ്ഞെടുത്തത്. അപ്പൊ അത് ഒരു കയ്യിൽ ശേഷിച്ചിരിപ്പുണ്ട്. അങ്ങനെ ചണ്ഡസ്യ ശിരഹ ഗൃഹീത്വ മൗണ്ഡമേവച്ച എന്ന് പറഞ്ഞോടെ, മൗണ്ഡമേവച്ച എന്ന് പറഞ്ഞാല് മുണ്ടന്റെ ശിരസിനെയും എന്നർത്ഥമാണ്. മൗണ്ഡം എന്ന് പറഞ്ഞാൽ മുണ്ടനെ സംബന്ധിച്ചത് മൗണ്ഡം. അപ്പൊ അവിടെയും ചിലർ സംശയം ചോദിക്കാറുണ്ട്, മുണ്ടമേവച്ച എന്നല്ലേ വേണ്ടത് എന്ന്, അല്ലെ? ശിരശ്ചണ്ഡസ്യ കാളീച്ച ഗൃഹീത്വ മുണ്ടമേവച്ച എന്നല്ലേ വേണ്ടത് എന്ന് ചോദിച്ചാൽ, മുണ്ടനെ കൊണ്ടുപോയിട്ടില്ല, മുണ്ടനെ മുഴുവനായിട്ട് കൊണ്ടുപോയിട്ടില്ല, മുണ്ടന്റെ ശിരസിനെയാണ് കൊണ്ടുപോയത്. ചണ്ഡന്റെയും മുണ്ടന്റെയും രണ്ടുപേരുടെയും ശിരസിനെ ദേവി വേറിട്ടെടുത്ത് കൊണ്ടുപോയി. അപ്പൊ ആ ശിരസിനെ പറയാനാണ്, ഈ ശിരസ് ആരുടെ ശിരസ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് മുണ്ടന്റെ ശിരസ് എന്ന് പറയാനാണ് മൗണ്ഡം എന്നാണ്. മുണ്ടസ്യ ഇതമിതി മൗണ്ഡം.
ഇത് മുണ്ടൻ്റേതാണ് എന്ന് സൂചിപ്പിക്കുന്ന പദമാണ് മൗണ്ഡം. മനസ്സിലാവുണ്ടോ? അവിടെ മൗണ്ഡം എന്ന് തന്നെയാണ് ഉത്തമം. അല്ലാതെ മുണ്ടമേ വച്ചാന്ന് പറഞ്ഞാൽ മുണ്ടനെ ശരീരത്തോടു കൂടി വലിച്ചഴിച്ചോണ്ട് പോകണം. ഇവിടെ മൗണ്ഡം ശിരഹ എന്നർത്ഥമാണ്. ആ ശിരസ് എന്നുള്ളത് ചണ്ഡസ്യ ശിരഹ മൗണ്ഡം ശിരഹ ഗൃഹീത്വാ, ചണ്ഡന്റെ ശിരസിനെയും മുണ്ടന്റെ ശിരസിനെയും ഗ്രഹിച്ചുകൊണ്ട് ദേവി എവിടേക്ക് ചെന്നു? ചണ്ഡികയുടെ അടുത്തേക്ക് ചെന്നു. ആരാ ചണ്ഡിക? ആദ്യത്തെ ദേവി. ആ ദേവിയുടെ നെറ്റിയിൽ നിന്നാണല്ലോ ഈ കാളി ഉണ്ടായത്. അപ്പൊ എന്നിട്ട് കാളി എന്ത് പറഞ്ഞു? പ്രാഹ പ്രാഹ പറഞ്ഞു. പ്രചണ്ഡാട്ടഹാസമിശ്രം അഭ്യേത്യ ചണ്ഡികാം, ചണ്ഡികാം അഭ്യേത്യ, ചണ്ഡികയുടെ അടുത്ത് എത്തിയ ശേഷം പ്രചണ്ഡ അട്ടഹാസം പ്രാഹ, ഗംഭീരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള അട്ടഹാസത്തോടുകൂടി പറഞ്ഞു എന്നാണ്. അപ്പൊ കാളി തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അട്ടഹസിച്ചു. തൻ്റെ ആ എന്താ പറയുക, രോഷം അടങ്ങിയിട്ടുമില്ല. എന്നോടാ കളി എന്നൊക്കെ പറയില്ലേ നമ്മള്, അവൻ്റെ പണി ഞാൻ തീർത്തു എന്നൊക്കെ പറയും പോലെ ദേവി അട്ടഹസിച്ചുകൊണ്ട് അതാണ് പ്രചണ്ഡാട്ടഹാസമിശ്രം ചണ്ഡികാമഭ്യേത്യ പ്രാഹ, ചണ്ഡികയുടെ അടുത്ത് എത്തിയിട്ട് ഇപ്രകാരം പറഞ്ഞു. അപ്പൊ കാളിയുടെ വാക്കുകളാണ് അടുത്ത ശ്ലോകം. മയാ തവോത്തവാത്രോ ബഹൃദൗ ചണ്ഡമുണ്ടൗ മഹാപശു യുദ്ധയജ്ഞേ സ്വയം ശുംഭം നിശുംഭം ച ഹനിഷ്യസി. മയാ തവാത്രോ ബഹൃദൗ ചണ്ഡമുണ്ടൗ മഹാപശു യുദ്ധയജ്ഞേ സ്വയം ശുംഭം നിശുംഭം ച ഹനിഷ്യസി. ആ കാളി ചണ്ഡികാദേവിയോട് പറഞ്ഞതാണ്, മയാ തവ അത്ര ഉപഹൃതൗ, മയാ എന്നാൽ തവ അങ്ങേക്കായിക്കൊണ്ട് അത്ര ഇവിടെ ഉപഹൃതൗ ഉപഹരിക്കപ്പെട്ടു രണ്ടിനെ. എന്ത് രണ്ടിനെ? ചണ്ഡമുണ്ടൗ, ചണ്ഡമുണ്ടന്മാർ രണ്ടുപേരെയും ഇതാ ഞാൻ സമ്മാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ശിരസ്സുകളെയാണ് കൊണ്ടുവന്ന് കാഴ്ചവെച്ചത്. ആ ശിരസ്സാണ് പ്രധാനമല്ലോ ഒരു ശരീരത്തിൽ. അപ്പൊ ശിരസ്സിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ മഹാപശുക്കളാണ് അവര് എന്ന് പറഞ്ഞാലോ മൂഢന്മാര് എന്നർത്ഥം. പശുതുല്യം മൂഢന്മാര്, ചിന്താശക്തിയില്ലാത്ത മൂഢന്മാരായ ആ ചണ്ഡമുണ്ടന്മാർ രണ്ടുപേരെയും ഇതാ ഞാൻ അമ്മയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നു. ഉപഹൃതൗ ഉപഹാരം ചെയ്തിരിക്കുന്നു. ഇവിടെ മഹാപശൂന്ന് ദീർഘമാണ്. ഏകവചനം പശുഹു, രണ്ടെണ്ണം ആയതുകൊണ്ടാണ് ഇവിടെ പശു എന്ന ദീർഘം. മനസ്സിലാവുണ്ടോ? പശു പശുഹു പശു പശവഹ, ബഹുവചനമാണെങ്കിൽ പശവഹ. ഇവിടെ ബഹുവചനവും അല്ല ഏകവചനവും അല്ല, ദ്വിവചനമായതുകൊണ്ട് പശു എന്ന് ദീർഘം വേണം. അപ്പോഴാണ് ദ്വിവചനം. അല്ലെങ്കിൽ പശുഹു വിസർഗത്തോടു കൂടിയ ഉകാരാന്ത ശബ്ദമാണ് പശുഹു. അതിൻ്റെ ബഹുവചനം പശവഹ, ദ്വിവചനം പശു. മനസ്സിലാവുണ്ടോ? ഗുരുഹു ഗുരു ഗുരവഹ. ഗുരു ശബ്ദം ഉകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. ഗുരുഹു ഏകവചനം, ഗുരു രണ്ട് ഗുരുക്കന്മാർ, ഗുരവഹ ബഹുവചനം ഗുരുക്കന്മാർ. അതുപോലെ ഒരു ശബ്ദമാണ് ഇവിടെ മഹാപശു. രണ്ട് പശുക്കൾ, വലിയ പശുക്കളാണ് അവർ, മൂഢന്മാര് ചണ്ഡമുണ്ടന്മാര്. അവരെ ഞാനത് അമ്മയ്ക്ക് സമ്മാനമായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി യുദ്ധയജ്ഞേ, ആ യുദ്ധമാകുന്ന യജ്ഞത്തിൽ സ്വയം ശുംഭം നിശുംഭം ച ഹനിഷ്യസി. ചണ്ഡികാദേവിയോട് കാളി പറയണം, ദേവി സ്വയം അമ്മ തന്നെ നേരിട്ട് ശുംഭനെയും നിശുംഭനെയും കൊല്ലാൻ പോവുകയാണ് എന്ന് ഭാവിയെക്കുറിച്ചും പറഞ്ഞു. അപ്പം ഇനി ദേവിയുടെ കൈകൊണ്ട് ആ ശുംഭ നിശുംഭന്മാരും ഇതാ വധിക്കപ്പെടാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തുട്ടോ, എന്നെ ഏൽപ്പിച്ച പണി ചെയ്തു, ആ ചണ്ഡമുണ്ടന്മാരെ ഞാൻ കൊന്നുകളഞ്ഞു, അമ്മയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് അവരുടെ ശിരസ്സുകൾ എന്ന് പറഞ്ഞ് കാളി അട്ടഹസിച്ചു. ഇത് കേട്ട് ദേവി എന്ത് മറുപടി പറഞ്ഞു? ഋഷിരുവാച താവാനീതൗ തതോ ദൃഷ്ട്വാ ചണ്ഡമുണ്ടൗ മഹാസുരൗ ഉവാച കാളീം കല്യാണി ലളിതം ചണ്ഡികാവചഃ. ആ ഋഷി സുമേധസ് ഋഷി തുടരുകയാണ്. താവാനീതൗ, താവാനീതൗ എന്നുള്ളത് പിരിക്കുമ്പോൾ തൗ ആനീതൗ, തൗ ആ രണ്ടുപേരെ, ആനീതൗ ദൃഷ്ട്വാ ആനയിക്കപ്പെട്ടവരായിട്ട് കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ചണ്ഡമുണ്ടന്മാരുടെ ശിരസ് കൊണ്ടുവരപ്പെട്ടിട്ടുണ്ട്. അത് ദൃഷ്ട്വാ തതോ ചണ്ഡമുണ്ടൗ മഹാസുരൗ,
ചണ്ടമുണ്ടന്മാരാകുന്ന മഹാ അസുരന്മാർ ആനയിക്കപ്പെട്ടതായിട്ട് കണ്ടിട്ട് ഉവാച കാളീം, കാളിയോട് പറഞ്ഞു. ആര്? കല്യാണി ചണ്ഡിക, കല്യാണിയായ ചണ്ഡിക, മംഗളശീലയായ ചണ്ഡിക. കാളീം ഉവാച, എങ്ങനെ? ലളിതം വചഃ, മനോഹരമായ വാക്കുകൾ, ലളിതമായ വചസ്സിനെ ഉവാച പറഞ്ഞു. ആരോട് പറഞ്ഞു? കാളീം ഉവാച. ആര് പറഞ്ഞു? കല്യാണി ചണ്ഡിക ഉവാച. താവാനി തൗ തതോ ദൃഷ്ട്വാ ചണ്ഡമുണ്ഡൗ മഹാസുരൗ ഉവാച കാളീം കല്യാണി ലളിതം ചണ്ഡികാ വചഃ യസ്മാത് ചണ്ഡം ച മുണ്ഡം ച ഗൃഹീത്വാ ത്വമുപാഗതാ ചാമുണ്ഡേതി തതോ ലോകേ ഖ്യാതാ ദേവി ഭവിഷ്യസി. യസ്മാത് ചണ്ഡം ച മുണ്ഡം ച ഗൃഹീത്വാ ത്വമുപാഗതാ ചാമുണ്ഡേതി തതോ ലോകേ ഖ്യാതാ ദേവി ഭവിഷ്യസി. യസ്മാത് എന്തെന്നാൽ, ചണ്ഡം ച മുണ്ഡം ച ഗൃഹീത്വാ, ചണ്ഡനെയും മുണ്ടനെയും പിടിച്ചുകൊണ്ട്, ത്വം ഉപാഗത, നീ ഇപ്പൊ വന്നൂല്ലോ ഇങ്ങട്. അപ്പൊ ചണ്ഡമുണ്ടന്മാരെ വധിച്ച് ഇങ്ങോട്ട് വന്നതുകൊണ്ട് ചാമുണ്ടാ ഇതി, ചാമുണ്ടാ ഇതി, അത് സന്ധി വന്നപ്പോഴാണ് ചാമുണ്ടേതി. തതോ ലോകേ ഖ്യാതാ ദേവി ഭവിഷ്യസി, അലയോ ദേവി ത്വം ഭവിഷ്യസി, നീ ഭവിക്കും. എങ്ങനെയായിട്ട്? ലോകേ ഖ്യാതാ ഭവിഷ്യസി, ലോകത്തിൽ പ്രശസ്തയായി ഭവിക്കും, ഖ്യാതി കേട്ടവളായി ഭവിക്കും. ഏത് പേരിൽ? ചാമുണ്ടാ ഇതി, ചാമുണ്ട എന്ന പേരിൽ നീ പ്രശസ്തയായിത്തീരും. എന്തുകൊണ്ട്? ചണ്ഡമുണ്ടന്മാരെ നീ ശിരസ് വെട്ടി എനിക്ക് മുമ്പിൽ സമ്മാനമായി കൊണ്ടുവന്നതുകൊണ്ട്. യസ്മാത് ചണ്ഡം ച മുണ്ഡം ച ഗൃഹീത്വാ ത്വമുപാഗതാ ചാമുണ്ഡേതി തതോ ലോകേ ഖ്യാതാ ദേവി ഭവിഷ്യസി. ഓം ഇതി ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മാഹാത്മ്യേ ചണ്ഡമുണ്ടാസുരവധോ നാമ സപ്തമോധ്യായഃ. ഇങ്ങനെ മാർക്കണ്ഡേയ പുരാണത്തിൽ സാവർണിക മന്വന്തരത്തെ കുറിച്ച് പ്രതിപാദിച്ച സന്ദർഭത്തിൽ ദേവി മാഹാത്മ്യം പറഞ്ഞപ്പോൾ അതിൽ ചണ്ഡമുണ്ടാസുരവധം എന്നുള്ള 7-ാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അങ്ങനെ 7-ാം അധ്യായം കഴിഞ്ഞു. 8-ാം അധ്യായം രക്തബീജവധം എന്നുള്ളതായിട്ടുള്ള കഥയാണ്. ഇതിൻ്റെ തുടർച്ചയാണ്. ചണ്ഡമുണ്ടന്മാരെ വധിച്ചു കഴിഞ്ഞപ്പോൾ ശുംഭനിശുംഭന്മാർ ക്രോധിച്ച് അവർ തന്നെ വലിയൊരു സൈന്യവുമായിട്ട് നേരിട്ട് വരികയാണ്. അപ്പൊ അതിൽ ഒരു പ്രമുഖനായ സേനാനായകനാണ് രക്തബീജൻ. ഒരു ഒന്നൊന്നര സംഭവമാണ് രക്തബീജൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വധം പ്രത്യേകം ഒരു അധ്യായം എടുത്ത് പറയുന്നത്. അത് നമുക്ക് നോക്കാം. ഇപ്പം ചണ്ഡമുണ്ടവധം കഴിഞ്ഞു. നമുക്ക് രക്തബീജവധം എന്ന അധ്യായം വലിയ അധ്യായമാണ്. 62 ശ്ലോകങ്ങളാണ്. ഇരുപത് ശ്ലോകങ്ങൾ ആദ്യം ഒന്നിച്ച് വായിക്കാം, എന്നിട്ട് അതിൻ്റെ അർത്ഥം കാണാം. നാളെ മുഴുവൻ ഒന്നിച്ച് വായിക്കാം. ഓം നമശ്ചണ്ഡികായൈ. അഥ അഷ്ടമോധ്യായഃ രക്തബീജവധഃ. ധ്യാനം. ഓം അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശബാണചാപഹസ്താം അണിമാദിഭിരാവൃതാം മയൂഗൈഃ അഹമിത്യേവ വിഭാവയേ ഭവാനി. ഓം ഋഷിരുവാച. ചണ്ഡേ ച നിഹതേ ദൈത്യേ
മുണ്ഡേ ച വിനിപാതിതേ ബഹുളേഷു ച സൈന്യേഷു ക്ഷയിതേഷ്വസുരേശ്വരഃ തദക്കോപപരാധീനചേതാ ശുംഭഃ പ്രജാഭവാൻ ഉദ്യോഗം സർവസൈന്യാനാം ദൈത്യാനാം ആദിദേശഃ അദ്യ സർവബലൈർദൈത്യാഃ ഷഡശീതിരുദായുധാഃ കമ്പൂനാം ചതുരശീതിഃ നിർയാന്തുസ്വബലൈർവൃതാഃ കോടിവീര്യാണി പഞ്ചാശത് അസുരാണാം കുലാനി വൈ ശതം കുലാനി ധൂമ്രാണാം നിർഗച്ഛന്തു മമാജ്ഞയാ കാലകാ ദൗർഹൃദാ മൗര്യാഃ കാലകേയാസ്തദാസുരാഃ യുദ്ധായ സജ്ജാ നിർയാന്തു ആജ്ഞയാ ത്വരിതാ മമ ഇത്യാജ്ഞാപ്യാസുരപതിഃ ശുംഭോ ഭൈരവശാസനഃ നിർജഗാമ മഹാസൈന്യസഹസ്രൈർബഹുഭിർവൃതഃ ആയാന്തം ചണ്ഡികാ ദൃഷ്ട്വാ തൽസൈന്യമതിഭീഷണം ജ്യാസ്വനൈഃ പൂരയാമാസ ധരണീ ഗഗനാന്തരം തദസിംഹോ മഹാനാദം അതീവ കൃതവാൻ നൃപ ഗണ്ഡാസ്വനേന തന്നാദം അംബികാ ചോപബൃംഹയത് ധനുർജ്യാ സിംഹഗണ്ഡാനാം നാദാപൂരിതദിങ്മുഖ നിനാദൈർഭീഷണൈ കാളി ജിഗ്യേ വിസ്താരിതാനന തന്നിനാദമുപസൃത്യ ദൈത്യസൈന്യൈശ്ചതുർദിശം ദേവീ സിംഹസ്തദാ കാളി സരോഷൈഃ പരിവാരിതാഃ ഏതസ്മിന്നന്തരേ ഭൂപ വിനാശായ സുരദ്വിഷാം ഭവായാമരസിംഹാനാം അതിവീര്യബലാന്വിതാഃ ബ്രഹ്മേശ ഗുഹ വിഷ്ണൂനാം തദൈവേന്ദ്രസ്യ ശക്തയഃ ശരീരേഭ്യോ വിനിഷ്ക്രമ്യ തദ്രൂപൈശ്ചണ്ഡികാം യയുഃ യസ്യ ദേവസ്യ യദ്രൂപം യഥാ ഭൂഷണവാഹനം തദ്വദേവ ഹി തച്ഛക്തിഃ അസുരാൻ യോദ്ധുമായജൗ ഹംസയുക്തവിമാനാഗ്രേ സാക്ഷസൂത്രകമണ്ഡലുഃ ആയാതാ ബ്രഹ്മണഃ ശക്തിഃ ബ്രഹ്മാണി സാഭിധീയത്തെ മാഹേശ്വരി വൃഷാരൂഢ ത്രിശൂലവരധാരിണി മഹാഹിവലയാ പ്രാപ്ത ചന്ദ്രരേഖാ വിഭൂഷണ കൗമാരീ ശക്തിഹസ്താ ച മയൂരവരവാഹന യോദ്ധുമഭ്യായയൗ ദൈത്യാൻ അംബികാ ഗുഹരൂപിണി തദൈവ വൈഷ്ണവീ ശക്തിഃ ഗരുഡോപരി സംസ്ഥിത ശംഖചക്രഗദാശാർംഗഖഡ്ഗഹസ്താഭ്യുപായയൗ യജ്ഞവാരാഹമതുലം രൂപം യാ ബിഭ്രതോ ഹരേഃ ശക്തിഃ സാപ്യായയൗ തത്ര വാരാഹീം ബിഭ്രതി തനും നാരസിംഹീ നൃസിംഹസ്യ ബിഭ്രതി സദൃശം ബഭുഃ പ്രാപ്താ തത്ര ഷഡാക്ഷേപ ക്ഷിപ്തനക്ഷത്ര സംഹതിഃ വജ്രഹസ്താ തദൈവൈന്ദ്രി ഗജരാജോപരി സ്ഥിതാ പ്രാപ്താ സഹസ്രനയനാ യഥാ ചക്രസ്തദൈവ സാ. നാരായണ. എട്ടാം അധ്യായം രക്തബീജവധം എന്നതാണ് അതിൻ്റെ പേര്. പ്രധാന കഥ രക്തബീജവധം തന്നെയാണതിൽ. ശുംഭനിശുംഭന്മാരും ഇവിടെ സാന്നിധ്യമുണ്ടെങ്കിലും അവർ നേരിട്ട് ദേവിയോട് യുദ്ധത്തിന് എത്തിയിട്ടില്ല. സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ, അതിൽ തന്നെ സേനാനായകന്മാരുടെ നേതൃത്വത്തിലാണ് ആദ്യം യുദ്ധം നടക്കുന്നത്. അവരൊക്കെ മരിച്ചു കഴിയുമ്പോഴാണ് അവസാനം നിശുംഭനും ശുംഭനും ദേവിയുടെ മുമ്പിൽ വരിക. അപ്പോൾ അതുകൊണ്ട് ആ സേനാനായകന്മാരിൽ പ്രമുഖനായിട്ടുള്ള രക്തബീജൻ്റെ വധമാണ് ഇതിലെ പ്രധാന കഥ. അപ്പോൾ അത് അഷ്ടമോധ്യായ. അനന്തരം ഇതാ അഷ്ടമ അധ്യായം തുടരുന്നു.
രക്തബീജവതഃ ധ്യാനം. ഓം അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശബാണചാപഹസ്താം അണിമാദിഭിരാവൃതാം മയൂഖൈഃ അഹമിത്യേവ വിഭാവയേ ഭവാനീം. ദേവിയുടെ ധ്യാന ശ്ലോകം നമ്മൾ ലളിതാ സഹസ്രനാമത്തിലും ഇതേ ധ്യാന ശ്ലോകമുണ്ട്, ചെറിയൊരു വ്യത്യാസത്തോടെ. ധൃതപാശാങ്കുശപുഷ്പബാണഹസ്താം എന്നൊരു പാഠം അവിടെയുണ്ട്. ധൃതപാശാങ്കുശപുഷ്പബാണഹസ്താം, ഇവിടെ ബാണചാപഹസ്താം ആയി. അവിടെ ചാപം വർണ്ണിച്ചിട്ടില്ല, പുഷ്പചാപം അല്ല, പുഷ്പബാണം എന്നാണ് അവിടെ പറഞ്ഞത്. പഞ്ചതന്മാത്ര സായക. അപ്പോൾ ഇക്ഷു കോദണ്ഡത്തെ വർണ്ണിക്കാത്തൊരു ധ്യാന ശ്ലോകമായിരുന്നു. അപ്പോൾ അതിനേക്കാൾ കുറെ കൂടി ചാപത്തെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാഠമാണ് ഇത്. ചാപം എന്നാൽ വില്ലാണ്. അപ്പോൾ വില്ലും ബാണവും രണ്ടും കയ്യിൽ ധരിച്ചവൾ, അതാണ് ധൃത പാശ അങ്കുശ ബാണ ചാപ ഹസ്ത. പാശവും അങ്കുശവും ബാണവും ചാപവും ഹസ്തത്തിൽ ധരിച്ചവൾ. 4 കൈകളാണ്. 4 കൈകളിൽ എന്തൊക്കെ ധരിച്ചിരിക്കുന്നു? പാശം കയറ്, രാഗസ്വരൂപ പാശാഢ്യ. അങ്കുശം ക്രോധാകാര അങ്കുശോജ്വല. ചാപം മനോരൂപേക്ഷു കോദണ്ഡ. ബാണം പഞ്ചതന്മാത്ര സായക. അപ്പം അങ്ങനെയുള്ള ദേവിയുടെ ചതുർബാഹു ആയിട്ടുള്ള രൂപമാണ് ധൃതപാശാങ്കുശ ബാണചാപഹസ്താം. അരുണാം, അരുണാം എന്ന് പറഞ്ഞാൽ ചുവന്ന വർണ്ണത്തോടു കൂടിയവളെ, നല്ല സിന്ദൂരാരുണ വിഗ്രഹാം എന്ന് പറയുന്ന സിന്ദൂരം പോലെയുള്ള അരുണ ശരീരത്തോടു കൂടിയവളെ അരുണാം. കരുണാതരംഗിതാക്ഷീം, ദേവിയുടെ അക്ഷി, ദേവിയുടെ കണ്ണ് കരുണാതരംഗിതം, കരുണ ഓളം വെട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കരുണാർദ്രമായ കരുണാപൂർണമായ കണ്ണുകളോട് കൂടിയവളും 4 കൈകളിൽ പാശം അങ്കുശം ബാണം ചാപം എന്നിവ ധരിച്ചിരിക്കുന്നവളും. അണിമാദിഭിഹി ആവൃതാം മയൂഖൈഃ. അണിമാദിഭിഹി മയൂഖൈഃ ആവൃതാം. മയൂഖങ്ങൾ എന്നാൽ കിരണങ്ങൾ, രശ്മികൾ എന്നർത്ഥം. അപ്പൊ ദേവിയുടെ ശരീരത്തിലെ കാന്തി അത് മയൂഖ രൂപത്തിൽ കാന്തിയായിട്ട് മറ്റേ കിരണങ്ങളായിട്ട് പുറത്തേക്ക് പ്രകാശിക്കുന്നു. ആ ദേവിയുടെ കിരണങ്ങൾ തന്നെയാണ് വാസ്തവത്തിൽ എന്ത്? അണിമാദി അഷ്ടസിദ്ധികൾ. അണിമ, മഹിമ, ഗരിമ, ലഘിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാഗാമ്യം എന്നൊക്കെ പറയുന്ന സിദ്ധികളൊക്കെ തന്നെ ദേവിയുടെ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്നതായിട്ടുള്ള റേഡിയേഷനാണ്, ആ കാന്തിയാണ്, മയൂഖങ്ങളാണ്. അപ്പൊ അണിമാദിഭിഹി മയൂഖൈഃ ആവൃതാം, അണിമാദികളാകുന്ന കിരണങ്ങളെ കൊണ്ട് സേവിക്കപ്പെടുന്നവളും അഥവാ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നവളും. അപ്പൊ സിദ്ധിയൊക്കെ ദേവിയുടെ സ്വാഭാവികമായിട്ടുള്ള ഭാവമാണ്. ദേവിയെ സേവിക്കുന്നവർക്ക് ഈ അഷ്ടസിദ്ധികളൊക്കെ ലളിതമായി ലഭിക്കും. അതാണ് അവിടെ അണിമാദിഭിർ ആവൃതാം മയൂഖൈഃ. ആ ദേവിയെ ഭവാനീം, ഭവാനീം എന്നാൽ ഭവന്റെ പത്നി ഭവാനി. ഇനി എല്ലാറ്റിനെയും ഭവിപ്പിക്കുന്നവൾ ഭവാനി, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭവിപ്പിക്കുന്നവൾ. ഭവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉത്ഭവിപ്പിക്കുകയും വളർത്തുകയും രക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നവൾ, എല്ലാം നടത്തുന്നവൾ ഭവാനി. അങ്ങനെ ലോകമാതാവിനെ അഹം ഇതിയേവ വിഭാവയേ, അഹം ഇത്യേവ ഞാൻ തന്നെ എന്ന്, ആ ദേവിയും എൻ്റെ ആത്മാവും തമ്മിൽ ഭേദമില്ല എന്ന്. ഇനി ഇത്യേവ അഹം വിഭാവയേ എന്ന് വേണമെങ്കിൽ കഷ്ടപ്പെട്ട് അന്വയിക്കും ആൾക്കാർ. ഇപ്രകാരമൊക്കെ ഈ ഞാൻ വിഭാവന ചെയ്യുന്നു എന്ന്. അവിടെ അതല്ല അർത്ഥം. ശരിക്കും അഹമിത്യേവ ഞാൻ തന്നെ എന്ന്. അപ്പൊ ദേവി ഞാൻ തന്നെ എന്ന് ഞാൻ ഭാവന ചെയ്യുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ തന്നെയാണത്. ആ ദേവിയെ ഞാനെന്ന് ഭാവന ചെയ്യുന്നു. ആ ഭവാനിയെ എൻ്റെ ആത്മാവായിട്ട് ഞാൻ ഭാവന ചെയ്യുന്നു, എൻ്റെ സ്വരൂപമായിട്ട് ഞാൻ ഭാവന ചെയ്യുന്നു. ദേവിയും ഞാനും രണ്ടല്ല എന്ന് ഞാൻ ഭാവന ചെയ്യുന്നു. അഹമിത്യേവ വിഭാവയേ ഭവാനി. അപ്പം അങ്ങനെയുള്ള അതിമനോഹരമായിട്ടുള്ള ധ്യാന ശ്ലോകം അത് കഴിഞ്ഞതാ അഷ്ടമോധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. ഓം ഋഷിരുവാച. ആ സുമേധസ് ഋഷി തുടരുന്നു.
ചണ്ഡേ ച നിഹതേ ദൈത്യേ മുണ്ഡേ ച വിനിപാതിതേ ബഹുലേഷു ച സൈന്യേഷു ക്ഷയിതേ ശ്വസുരേശ്വരഃ തദക്കോപപരാധീന ചേതാ ശുംഭ പ്രതാപവാൻ ഉദ്യോഗം സർവസൈന്യാനാം ദൈത്യാനാം ആദിദേശഃ ചണ്ഡേ ച നിഹതേ ദൈത്യേ മുണ്ഡേ ച വിനിപാതിതേ ബഹുലേഷു ച സൈന്യേഷു ക്ഷയിതേ ശ്വസുരേശ്വരഃ തദക്കോപപരാധീന ചേതാ ശുംഭ പ്രതാപവാൻ ഉദ്യോഗം സർവസൈന്യാനാം ദൈത്യാനാമാദിദേശഃ ചണ്ഡേ ച നിഹതേ ദൈത്യേ ദൈത്യേ ചണ്ഡേ നിഹതേ സതി സതി സപ്തമി അപ്പോൾ എന്നുള്ള അർത്ഥത്തെ സൂചിപ്പിക്കാൻ. അപ്പൊ ദൈത്യേ ചണ്ഡേ നിഹതേ സതി ദൈത്യനായ ചണ്ഡൻ നിഹനിക്കപ്പെട്ടപ്പോൾ, അതുപോലെ മുണ്ടേ ച വിനിപാതിതേ സതി മുണ്ടനും വിശേഷേണ നിപതിപ്പിക്കപ്പെട്ടപ്പോൾ, മുണ്ടനും മരിച്ചപ്പോൾ, ബഹുളേഷു സൈന്യേഷു ക്ഷയിതേഷു സത്സു ബഹുളങ്ങളായ സൈന്യങ്ങളും ക്ഷയിതങ്ങളായി പോയപ്പോൾ, നശിച്ചപ്പോൾ, ഒരുപാട് സൈന്യവും നഷ്ടം വന്നു. അപ്പോൾ അസുരേശ്വര അസുരന്മാരുടെ ഈശ്വരനായ ആരാ ശുംഭ എന്ന അടുത്ത വരിയിലാണ്. തഥ കോപപരാധീന ചേതാ ശുംഭ. അപ്പൊ അസുരേശ്വരനായ ശുംഭ തഥ അനന്തരം കോപപരാധീന ചേതാഹ അഭവത്. കോപം കൊണ്ട് പരാധീന ചേതസ്സായി ഭവിച്ചു. അവന്റെ ചേതസ് പരാധീനമായി, അവശമായി, മോഹിതമായി, ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ അവൻ ചിന്തിക്കണമായിരുന്നു. എൻ്റെ എത്ര പ്രഗത്ഭന്മാരായിട്ടുള്ള സേനാനായകന്മാരാണ് ധൂമ്രലോചനനും ചണ്ഡമുണ്ടനും. കേവലം അബലയായ ഒരു സ്ത്രീയാൽ ഇവർ കൊല്ലപ്പെട്ടുവെങ്കിൽ ഇതിലെന്തോ അസാധാരണത്വമുണ്ട്. ഇവൾ വെറുമൊരു സ്ത്രീയല്ല. ഇവൾ ആരാണ്? എന്താണ് ഇവളുടെ വൈഭവം? എന്താണ് ഇവളുടെ ശക്തി? ഇവൾ അബലയല്ല, മറിച്ച് ഇവൾ ശക്തി സ്വരൂപിണിയായിരിക്കുന്നല്ലോ. അബല എന്നുള്ളതിൻ്റെ വിരുദ്ധ ധർമ്മമാണല്ലോ അവൾ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. പരാശക്തിയായി അവൾ കാണപ്പെടുന്നുവല്ലോ. എന്താണ് ഇവളുടെ ശക്തിയുടെ രഹസ്യം എന്ന് ചിന്തിക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ എന്താണ്? കോപപരാധീന ചേതാഹ. കോപം കൊണ്ട് പരാധീന ചേതസ്സായി തീർന്നു. ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. അപ്പോൾ വിവേകം ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ തൻ്റെ സൈന്യങ്ങൾ മുഴുവൻ, വലിയ പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ ചെന്ന് ഈയാമ്പാറ്റകൾ അഗ്നിയിൽ ചെന്ന് പതിക്കുന്നത് പോലെ വീഴുന്നത് കണ്ടിട്ടും താനും അതിൻ്റെ പുറകെ പോയി വീഴാൻ പോവുകയാണെന്ന് ചിന്തിക്കാനുള്ള സാമർഥ്യം നഷ്ടപ്പെട്ടു. അപ്പൊ താൻ എന്താ ചെയ്യേണ്ടത്? തന്നെ രക്ഷിക്കണമെങ്കിൽ ചിന്തിക്കണമായിരുന്നു, ഒന്ന് മാറി നിൽക്കണമായിരുന്നു. പക്ഷെ ഇവിടെ കോപപരാധീന ചേതാഹ ശുംഭ, കോപം കൊണ്ട് പരാധീന ചേതസ്സായ ശുംഭൻ, പ്രതാപവാൻ, ആള് ഭയങ്കര പ്രതാപിയാണ്, ശക്തനാണ്. അത് തന്നെ അയാളെ അഹങ്കാരത്തിന് കാരണം. ആ പ്രതാപിയായിട്ടുള്ള ശുംഭൻ സർവസൈന്യാനാം ദൈത്യാനാം ഉദ്യോഗം ആദിദേശ. ആ സർവദൈത്യന്മാരുടെ, ദൈത്യാനാം സർവസൈന്യാനാം, ദൈത്യന്മാരുടെ സർവസൈന്യങ്ങളുടെയും ഉദ്യോഗം. ഉദ്യോഗം എന്ന് പറഞ്ഞാലോ ഉദ്യമം, ഈ യുദ്ധത്തിനായി കൊണ്ടുള്ള ഒരുക്കം എന്നർത്ഥം. എല്ലാവരും ഒരുങ്ങിക്കോളൂ, ഇനി ആരും ബാക്കിയിരിക്കുന്നില്ല. ഇനി ഓരോരുത്തരെയായിട്ട് പറഞ്ഞു വിടുന്നില്ല, കൂട്ടം കൂട്ടമായിട്ടും പറഞ്ഞു വിടുന്നില്ല. ഇനി നമ്മൾ ഒന്നിച്ച് ചെന്ന് ആക്രമിക്കാൻ പോവുകയാണ് എന്ന് തീരുമാനിച്ച് ആദിദേശ ആദേശം കൊടുത്തു. അവിടുത്തെ ഹ എന്നുള്ളതാണ് വിശേഷം. എന്താ വിശേഷം? കാഷ്ടം. ആ കഷ്ടത്തിന്റെ അർത്ഥമാണ് മുമ്പ് പറഞ്ഞത്. എന്താണ്? കോപപരാധീന ചേതാ. കോപം കൊണ്ട് പരാധീന ചേതസ്സായ അവന് വിനാശകാലേ വിപരീത ബുദ്ധി കാഷ്ടം. അഹാ എന്നുള്ളതിൻ്റെ പ്രത്യേക ധ്വനി അതാണ്. കാഷ്ടം തന്നെ. ഈയാമ്പാറ്റകൾ ഒന്നിച്ച് അഗ്നിയെ ആക്രമിക്കാൻ പുറപ്പെടുകയാണ്. മണ്ടന്മാരായ ഈയാമ്പാറ്റകളുടെ കൂട്ടം എന്ന് ആളുകൾ നോക്കി ചിരിക്കും പോലെ ഇവിടെ ഋഷി ഒന്ന് ചിരിക്കുകയാണ്. കഷ്ടം തന്നെ.
അവന് ഈ ഒരു മൂഢത്തരം ഉണ്ടായല്ലോ, ക്രോധാത് സമ്മോഹമുണ്ടാകുന്നു എന്ന് പറഞ്ഞില്ലേ. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതി വിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ, ബുദ്ധിനാശാത് പ്രണശ്യതി. അപ്പൊ ആ ഗീതാ ശ്ലോകങ്ങൾ ഓർത്തിട്ടുണ്ടാവും ഋഷി, ചിലപ്പോൾ ആശയം ഓർത്തിട്ടുണ്ടാവും. കഷ്ടം, നശിക്കാൻ ഒരുമ്പെട്ടു അവൻ, കുലത്തോടുകൂടി നശിക്കാൻ പോവുകയാണ് എന്ന്. ചണ്ഡേ ച നിഹതേ ദൈത്യേ മുണ്ഡേ ച വിനിപാതിതേ ബഹുളേഷു ച സൈന്യേഷു ക്ഷയിതേഷ്വസുരേശ്വരഃ തദക്കോപപരാധീന ചേതാ ശുംഭ പ്രതാപവാൻ ഉദ്യോഗം സർവസൈന്യാനാം ദൈത്യാനാമാദിദേശഃ. അപ്പൊ ഇദ്ദേഹം ഇനി ആജ്ഞ കൊടുക്കുകയാണ്, ആദേശം കൊടുക്കുകയാണ്. എണ്ണി 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 പറയേണ്ട കുറേ സൈന്യങ്ങളുടെ പേരെടുത്ത് പറയേണ്ട ഓരോ ഗ്രൂപ്പുകളാണ് അവർ, ഓരോ വംശം പോലെ. ഇന്നന്ന ദേശവാസികൾ, ഇന്നന്ന വംശങ്ങൾ, ഇന്നന്ന കുലങ്ങൾ, അവരൊക്കെ കൂട്ടം കൂട്ടമായിട്ട് ദേവിയുടെ നേരെ ചെല്ലൂ, എല്ലാവരും ചെന്ന് ആക്രമിക്കൂ എന്നാണ് പറയുന്നത്. അത് നമുക്ക് നാളെ കാണാം. ദേവിയുടെ നേരെ കോടിക്കണക്കിന്, ഒരു 3 കോടിയോളമുള്ളതായിട്ടുള്ള സൈന്യവുമായിട്ടാണ് നമ്മുടെ ശുംഭ നിശുംഭന്മാർ പോകുന്നത്. ആ യുദ്ധം, ആ സമയത്ത് എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് നാളെ കാണാം നമുക്ക്. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനാശംസകൾ. ഇനി വൈകിട്ട് ക്ലാസ്സില്ല, നാളെയേ ഉള്ളൂ. ഹരി ഓം. എല്ലാവരും ഈ വായിച്ച ഭാഗങ്ങളൊക്കെ വീണ്ടും വീണ്ടും വായിച്ച് ഉറപ്പിക്കുക. നവരാത്രി പാരായണം പ്രത്യേകമായിട്ട് നടത്തുക. ഏതൊക്കെ പാരായണങ്ങളുണ്ടോ എല്ലാം നടക്കട്ടെ. ഓം. അപരാധ ക്ഷമാപണം. അപരാധസഹസ്രാണി ക്രിയന്തേ അഹർനിശം മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം സുരേശ്വരി. യത് പൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു മേ. അപരാധശതം കൃത്വാ ജഗദംബേതി ചോച്ഛരേത് യാം ഗതിം സമവാപ്നോതി നതാം ബ്രഹ്മാദയസുരാഃ. സപരാധോസ്മി ശരണം പ്രാപ്തസ്ത്വാം ജഗദംബികേ. ഇദാനീമനുകമ്പ്യോഹം യഥേച്ഛസി തദാ കുരു. അജ്ഞാനാദ് വിസ്മൃതേർഭ്രാന്ത്യാ യന്യൂനമധികം കൃതം തൽസർവം ക്ഷമ്യതാം ദേവി പ്രസീദ പരമേശ്വരി. കാമേശ്വരി ജഗന്മാതഃ സച്ചിദാനന്ദ വിഗ്രഹേ ഗൃഹാണാർച്ചാമി മാം പ്രീത്യാ പ്രസീദ പരമേശ്വരി. ഗുഹ്യാദി ഗുഹ്യഗോപ്ത്രേ ത്വം ഗൃഹാണാസ്മത്കൃതം ജപം സിദ്ധിർഭവതു മേ ദേവി ത്വൽപ്രസാദാത് സുരേശ്വരി. ഓം ശ്രീ ദുർഗാർപ്പണമസ്തു. ഓം നമശ്ചണ്ഡികായൈ. ഓം ശ്രീ ജഗദംബാർപ്പണമസ്തു. ഹരി ഓം. ഹരി ഓം. നാളെ കാണാം. നാരായണ നാരായണ.